Hello, all my beautiful souls. Welcome back to my channel. Hope you guys are doing awesome today. Why did you meet this person? ഈ വ്യക്തിയെ നിങ്ങൾ എന്തിനാണ് കണ്ടുമുട്ടിയത്? എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഇന്റൻഷൻ? ഈ ഒരു റിലേഷൻഷിപ്പ്, ഈ ഒരു കണക്ഷനെ പറ്റിയിട്ട് എന്താണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എന്നാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുന്നത്. സോ നിങ്ങൾക്കറിയാം നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു വ്യക്തി ഉണ്ട് എന്നുള്ളത്, അല്ലെ? സോ ആ വ്യക്തിയുമായിട്ട് എന്താണ് ഇങ്ങനത്തെ ഒരു ഇന്റൻസ് ആയിട്ടുള്ള ഒരു ഫീലിങ്സ്, എന്തുകൊണ്ടാണ് ഈ ഒരു വ്യക്തിയെ നിങ്ങൾ കണ്ടുമുട്ടിയത്, എന്ത് കാര്യങ്ങളാണ് ഈ ഒരു റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് അറിയേണ്ടത് നമുക്ക് നോക്കാം. സോ ഞാൻ ഇവിടെ 3 ഗ്രൂപ്പ്സ് വെച്ചിട്ടുണ്ട്. ഗ്രൂപ്പ് നമ്പർ 1, ഗ്രൂപ്പ് നമ്പർ 2 ആൻഡ് ഗ്രൂപ്പ് നമ്പർ 3. ഓൾറൈറ്റ്. സോ നിങ്ങൾക്ക് ഏത് പിക്ചറിനോടാണോ ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ തോന്നുന്നത് ഈ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യുക. സോ യു വിൽ ഗെറ്റ് എ റൈറ്റ് മെസ്സേജ്. ഓൾറൈറ്റ്. സോ സെലക്ട് യുവർ കാർഡ്, then we can start. Alright, let's start with group number 1. Hey, group number 1. ഈ വ്യക്തിയെ എന്തിനാണ് നിങ്ങൾ കണ്ടുമുട്ടിയത്, എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജ് നോക്കാം. സോ തിങ്ക് അബൌട്ട് യുവർ പേഴ്സൺ. ഓൾറൈറ്റ്, എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജ്, ഈ ഒരു കണക്ഷൻ, ഈ ഒരു റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് എന്താണ് നിങ്ങൾ അറിയേണ്ടത്? ഓക്കെ, സോ ഇത് നിങ്ങൾക്ക് ഒരുപാട് ലൈറ്റ്, ഒരുപാട് ഫയർ ഫീലിങ്സ് തന്നിട്ടുള്ള ഒരു കണക്ഷൻ ആയിരിക്കാം, റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഒരുപാട് വെളിച്ചം ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കണം നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, ഈ വ്യക്തി വന്നതിന് ശേഷം നിങ്ങൾക്ക് അങ്ങനെ കുറച്ചുകൂടെ ആക്റ്റീവായിട്ട്, എനർജറ്റിക് ആയിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ലൈഫ് മൊമെന്റ്സ്, ഓർ ലൈക്ക് ചില ബേണിംഗ് ഡിസയർ, ഓർ ചില കാര്യങ്ങൾ ഒരു വാശി ഒക്കെ തോന്നിപ്പിച്ചിട്ടുള്ള റിലേഷൻഷിപ്പാണ്. കാരണം നിങ്ങൾക്ക് ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ് നിങ്ങളുടെ ആക്ഷനിൽ, നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിലൊക്കെ കൊണ്ടുവരാൻ ഈ വ്യക്തി നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയോടുള്ള സ്നേഹം, ഓൾറൈറ്റ്, ഓർ ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയായിട്ട് തോന്നിയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, എസ്പെഷ്യലി ലൈക്ക് ഒരുപാട് ബ്രൈറ്റ്നെസ് ഈ ഒരു വ്യക്തി കാരണം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, ഓർ ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിന്റെ മാറ്റത്തിന് വലിയൊരു റീസൺ ആയിട്ടുണ്ട്. അത് നിങ്ങൾ എങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിലും, ഓക്കെ, അത് ആ വ്യക്തിയോടുള്ള ഒരു വാശിയുടെ പേരിൽ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ അങ്ങനത്തെ ഒരു മാറ്റം കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കൊണ്ടുവന്നിട്ടുണ്ട്. സി എക്സാക്ട്ലി ട്രാൻസ്ഫോർമേഷൻ. Your relationship with one another is about to deepen. Love conquers and transforms all things. ഈ ഒരു സ്നേഹം നിങ്ങളുടെ ലൈഫിൽ അങ്ങനത്തെ ഒരു ട്രാൻസ്ഫോർമേഷനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പരസ്പരം നിങ്ങൾക്കും ആ വ്യക്തി അതുപോലെ കണക്ട് ചെയ്യാനും ഒരു മാറ്റത്തിന് നിങ്ങൾക്ക് സഹായിച്ചിട്ടുണ്ട്, നിങ്ങളും സഹായിച്ചിട്ടുണ്ട്. ഓക്കെ, സ്നേഹം കൊണ്ട്, എസ്പെഷ്യലി ഒരുപാട് സ്നേഹം നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പില്, സൗഹൃദം, സ്നേഹം ഒക്കെ നിങ്ങൾ വളരെ ആഴത്തിൽ നിങ്ങൾ കണക്ട് ചെയ്തിട്ടുണ്ട്. മെയിൻ ആയിട്ട് ആ ഒരു വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ഈ ഒരു വ്യക്തി നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്. സോ ലെറ്റ്സ് സീ എന്തുകൊണ്ടാണ് ഈ വ്യക്തി നിങ്ങൾ കണ്ടുമുട്ടിയത്, എന്താണ് ഈ ഒരു കണക്ഷനെ പറ്റിയിട്ട് നിങ്ങൾ അറിയേണ്ടത്. ഗ്രൂപ്പ് നമ്പർ 1. Why did you meet this person? Think about your person. Group number 1. എന്തിനാണ് ഈ ഒരു വ്യക്തിയെ നിങ്ങൾ കണ്ടുമുട്ടിയത്, എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഇന്റൻഷൻ, എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പ്, ഈ ഒരു കണക്ഷൻ, ഈ ഒരു വ്യക്തിയെ കുറിച്ച് നിങ്ങൾ അറിയേണ്ടത്. Group number 1. Why did you meet this person? Group number 1. Why did you meet this person? ഈ വ്യക്തി ഒന്നെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്യുന്ന ആളുകളായിരിക്കാം. കാരണം നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ ഒരുപാട് മാറ്റങ്ങൾ ഈ ഒരു വ്യക്തി കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ മിസ്സിംഗ് ആയിട്ടുള്ള പല കാര്യങ്ങളും ഫില്ല് ചെയ്യണം, അല്ലെങ്കിൽ അത് ചില കാര്യങ്ങൾ നിങ്ങൾക്കും നിങ്ങളുടെ ലൈഫിൽ വേണം എന്ന് തോന്നിപ്പിച്ചത് ഈ ഒരു വ്യക്തി കാരണമായിരിക്കണം. കൈൻഡ്നെസ്, ലോയൽ. ഓക്കെ, സോ നിങ്ങൾക്കും ഇത്ര ലോയൽ ആയിട്ടിരിക്കാൻ തോന്നിയിട്ടുള്ളതും ഈ ഒരു വ്യക്തിയുടെ അടുത്തായിരിക്കണം. ഓക്കെ, അങ്ങനത്തെ ഒരു ലോയൽ തോന്നിയിട്ടുള്ളതും അങ്ങനത്തെ ഒരു ലോയൽ എന്താണ് പഠിപ്പിച്ചിട്ടുള്ളതും ഈ ഒരു വ്യക്തിയായിരിക്കണം. ഓക്കെ, അറ്റൻഷൻ. ഓക്കെ, ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വേണം എന്ന്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ മിസ്സായി പോയിട്ടുള്ള ചില കാര്യങ്ങൾ, നിങ്ങൾ മസ്റ്റായിട്ട് ഒരു ഗ്രോത്ത് ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു ഗ്ലോ ഇല്ലാത്ത ചില നിങ്ങളുടെ ലൈഫിലെ ഏരിയാസിൽ ഈ വ്യക്തി കാരണം അത്ര ഒരു മാറ്റം നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. റിച്ച് ആയിട്ടുള്ള ഫീലിങ്സ് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് മേ ബി നിങ്ങൾക്കൊരു ചില കാര്യങ്ങൾ, നിങ്ങൾക്കൊരു ഷെൽട്ടർ വേണം, നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പ് വേണം, ഒരു വീട് വേണം. ഓക്കെ, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വേണം എന്ന് ഈ വ്യക്തി കാരണം ഏതൊക്കെയോ രീതിയിൽ നിങ്ങൾ കണക്ട് ചെയ്തിട്ടുണ്ട്. Why did you meet this person? What the intention of this relationship? Why did you meet this person?
നിങ്ങളുടെ ലൈഫിൽ ചില കാര്യങ്ങൾ ഫിസിക്കാലിറ്റിയിൽ എക്സ്പീരിയൻസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഈ ഒരു വ്യക്തിയുടെ ഒരു ഇന്റൻഷൻ നിങ്ങളുടെ ലൈഫിൽ, അറിഞ്ഞോ അറിയാതെയോ. ഓക്കെ, അത് നിങ്ങൾ ഈ വ്യക്തിയുമായിട്ട് കണക്ട് ചെയ്യുന്ന പല കാര്യങ്ങളും ആയിരിക്കാം. ഈവൻ അതൊരു ഫിസിക്കൽ റിലേഷൻഷിപ്പും ആയിരിക്കാം. ഇന്റൻസ് ആയിട്ടുള്ള ഫിസിക്കൽ കണക്ഷൻ ഈ വ്യക്തിയുമായിട്ടായിരിക്കാം നിങ്ങൾ റിലേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ഓൾറൈറ്റ്, ഗ്രൂപ്പ് നമ്പർ 1, why did you meet this person? So നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കണം ഇത് നിങ്ങളുടെ ഒരു റൈറ്റ് പാർട്ട്ണർ ആണ്, നിങ്ങളുടെ ഒരു മാസ്കുലൻ ഓർ ഫെമിനൻ എനർജി. ഓൾറൈറ്റ്, ചില ആളുകൾ നിങ്ങളിതൊരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ ഒക്കെ ആയിട്ട് കാണുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഈക്വൽ പാർട്ട്ണർഷിപ്പ്, നിങ്ങളുടെ അതേ വേവ് ലെങ്തിൽ നിങ്ങൾ കണക്ട് ചെയ്തിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം. ഓക്കെ, എസ്പെഷ്യലി ഫെമിനൻ ആൻഡ് മാസ്കുലൻ സിറ്റുവേഷൻ. ഇത് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ആണെന്ന് പറയുന്നില്ല, ബട്ട് ചില ആളുകൾ നിങ്ങൾ അങ്ങനെയായിരിക്കാം റിലേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫിസിക്കൽ കണക്ഷൻ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയുമായിട്ട് തോന്നിയിട്ടുണ്ടായിരിക്കണം. അത് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിന്റെ ഇന്റൻഷൻ ആണ്. ഓക്കെ, വളരെ ഡെപ്ത് ഉള്ള ചില കാര്യങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ എക്സ്പീരിയൻസ് ചെയ്യാം എന്നുള്ളത്. ഓക്കെ, സോ അത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് പോകേണ്ടതായിട്ടുള്ള ചില ലൈഫ് സിറ്റുവേഷൻ ആയിരുന്നു, ഓർ നിങ്ങളുടെ ഒരു തിരിച്ചറിവായിരുന്നു. ഓക്കെ, സോ മേ ബി നിങ്ങളുടെ ഒരു സെക്ഷൽ ഹാബിറ്റ്സ് അല്ലെങ്കിൽ ഫിസിക്കൽ ഹാബിറ്റ്സ്, നിങ്ങളുടെ തോട്ട്സ്, നിങ്ങളുടെ ബിലീഫ് ഒക്കെ ബ്രേക്ക് ചെയ്തിട്ടുള്ളത് ഈ ഒരു പേഴ്സൺ ആയിരിക്കാം. ഓക്കെ, അത് നിങ്ങളുടേതായിട്ടുള്ള ചില ഹാബിറ്റ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ഹാബിറ്റ്സ്. എല്ലാം നിങ്ങൾക്കെന്ന് മാത്രമല്ല, ആ വ്യക്തിയുടെ ഒരു റിലേഷൻഷിപ്പ് കോൺസെപ്റ്റ്, ചില കാര്യങ്ങൾ ഒരു ഇൻസൈറ്റ് കൊടുത്തിട്ടുണ്ട്. എസ്പെഷ്യലി ഈ റിലേഷൻഷിപ്പ് ഹാബിറ്റ്സിൽ വരുന്ന സമയത്ത് ചില ഇൻസൈറ്റ് ഈ ഒരു വ്യക്തി കാരണം നിങ്ങളുടെ ലൈഫിലും, നിങ്ങൾ കാരണം ഈ ഒരു വ്യക്തിയുടെ ലൈഫിലും സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, ഒരു പുതിയൊരു തിരിച്ചറിവാണ് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് പല കാര്യത്തിലും. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു മാറ്റങ്ങൾ കൊണ്ടുവരാനും നിങ്ങൾ കാരണം, ആ വ്യക്തി കാരണം ഈ ഒരു റിലേഷൻഷിപ്പിന് സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ റിലേറ്റ് ചെയ്യാം, ആരുടെ ലൈഫിലാണ് അത്ര ഇന്റൻസ് ആയിട്ടുള്ള ഒരു ചേഞ്ച് നിങ്ങൾ പരസ്പരം കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളത്. ഓക്കെ, കാരണം വളരെ ഡീപ്പ് ആയിട്ടുള്ള ഒരു ഇൻസൈറ്റ് ആണ് ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, എസ്പെഷ്യലി ലൈക്ക് ചില കാര്യങ്ങൾ ഫിസിക്കാലിറ്റിയിൽ കണക്ട് ചെയ്യുന്ന സമയത്ത് ചില കാര്യങ്ങൾ നിങ്ങൾ വളരെ ഡീപ്പായിട്ട് നിങ്ങൾ റിലേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നിങ്ങളുടെ വസ്ത്രധാരണത്തിൽ മേ ബി മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരിക്കണം, നിങ്ങളുടെ ഫിസിക്കാലിറ്റിയിൽ നിങ്ങൾ മാറ്റം വരുത്തിയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അവർക്കും അത് സാധിച്ചിട്ടുണ്ടായിരിക്കണം, കാരണം ഇത് നിങ്ങൾ മ്യൂച്വലി നിങ്ങൾ കണക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഓർ നിങ്ങളുടെ ഒരു കോൺസെപ്റ്റ്, ഓക്കെ, റിലേഷൻഷിപ്പ് കോൺസെപ്റ്റ് എൻറ്റയർലി മാറ്റിമറിച്ചിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണത്. ഓക്കെ, അത്ര കാലം നിങ്ങൾ എങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷനിൽ പോയിട്ടുണ്ട് എന്നുള്ളതല്ല. ഓക്കെ, ഇതിന് മുൻപ് നിങ്ങൾക്കോ ആ വ്യക്തിക്കോ പല പല റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ഓർ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നല്ല ആക്ച്വലി നിങ്ങൾക്ക് വേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ ആക്ച്വലി സെർച്ച് ചെയ്യുന്നത്. ഈ ഒരു സിറ്റുവേഷനിലേക്ക് വന്ന സമയത്താണ്, ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്ന സമയത്താണ് അത്ര ഇന്റൻസ് ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു ചലഞ്ച് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കണം. ഹെൽത്തി കോമ്പറ്റീഷൻ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഓർ മേ ബി ചില സമയത്ത് എന്തെങ്കിലും സേഫ് ബൗണ്ടറി വെക്കേണ്ട സിറ്റുവേഷൻസ് ഓർ സേഫ് ബൗണ്ടറി വെക്കുന്നുണ്ടായിരിക്കണം. ഓൾറൈറ്റ്, കാരണം ചില സമയത്ത് നിങ്ങൾ വളരെ ഡീപ്പായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരുന്ന സമയത്ത് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല. ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു വ്യക്തിക്കോ. സോ അതായിരിക്കാം മേ ബി ലൈക്ക് ചില സമയത്ത് ആ ഒരു ഡിസ്റ്റൻസ് നിങ്ങൾ അടുക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ആ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് ആ ഒരു ഡിസ്റ്റൻസ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യുന്നത്. ഓക്കെ, മീൻസ് ലൈക്ക് നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നതുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായതുകൊണ്ടോ അല്ല. ഓക്കെ, അത് നിങ്ങൾക്കും നിങ്ങൾ റിലേറ്റ് ചെയ്യാൻ നിങ്ങളെ റിലേഷൻഷിപ്പ് സിറ്റുവേഷനിൽ, കാരണം ചില കാര്യങ്ങൾ വളരെ ഇന്റൻസ് ആണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ. ഓക്കെ, സോ അത് ബെയർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ആ ഒരു ഡിസ്റ്റൻസ് ഒരു ലൈക്ക് ഒരു ചേസ് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു റണ്ണർ ചേസർ സിറ്റുവേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു സാധ്യത. അതായിരിക്കും മേ ബി നിങ്ങൾ റിലേറ്റ് ചെയ്യുന്നത് ഓക്കെ ഇതൊരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആണെന്നുള്ളത്. ഓക്കെ, സോ നിങ്ങൾ അങ്ങനത്തെ ഒരു കണക്ഷനേക്കാൾ കൂടുതൽ ഈ ഒരു റിലേഷൻഷിപ്പിന് നിങ്ങൾ ഇങ്ങനെ ഇന്റൻസ് ആയിട്ട് കണക്ട് ചെയ്യുന്നത് നിങ്ങളുടെ ലൈഫ് ഗ്രോത്തിന് നിങ്ങൾ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഓക്കെ, സോ നിങ്ങൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയൊരു ചേഞ്ച് കൊണ്ടുവരുന്ന ഒരു കാര്യമാണ്. കാരണം നിങ്ങൾ എന്താണ്, നിങ്ങളുടെ ഒരു ഓത്തന്റിക് ആയിട്ടുള്ള ഫീലിങ്സ് എന്താണ്, ഓത്തന്റിക് ആയിട്ടുള്ള ഒരു ഡിസയർ എന്താണ്. ഓക്കെ, അത് വളരെ ഡീപ്പായിട്ട് നിങ്ങളെ കണക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു റിലേഷൻഷിപ്പ് ആണിത്. ഓക്കെ, സോ അത് നല്ലൊരു സിറ്റുവേഷൻ ആയിട്ട് നിങ്ങൾ എടുക്കുക. Alright, group number 1, why did you meet this person? Why did you meet this person? നിങ്ങളുടെ ലൈഫിന്റെ ചില മേജർ സിറ്റുവേഷൻ ഓർ മേജർ ഇവന്റ്സ് പ്ലേ ചെയ്യാൻ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ മസ്റ്റ് ആയിട്ട് ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. ഓക്കെ, പെർഫോം ചെയ്യാൻ
മസ്റ്റായിട്ട് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിന്റെ ഒരു ഭാഗമാകേണ്ടതായിട്ട് തന്നെ ഉണ്ട്. ഓക്കെ, ആദ്യമായിട്ട് പല കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവുക ഈ ഒരു വ്യക്തിയുടെ കൂടെ ആയിരിക്കാം. നിങ്ങളുടെ ലൈഫിന്റെ മേജർ ഇവന്റ്സ് ഈ ഒരു വ്യക്തിയുടെ കൂടെ ആയിരിക്കാം. ഓക്കെ, അത് ചില ആളുകൾക്ക് നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ പാഷൻ റിലേറ്റഡ് ആയിട്ട് വലിയൊരു ചേഞ്ച് അല്ലെങ്കിൽ വലിയൊരു സിറ്റുവേഷൻ ഡിസ്കവർ ചെയ്യാൻ ഈ ഒരു വ്യക്തി അറിഞ്ഞോ അറിയാതെയോ ഒരു കാരണമായിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്കും അതുപോലെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഗ്രൂപ്പ് നമ്പർ 1, ഇത് വളരെ അൺകൺട്രോളബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഫയർ, ഈ ഒരു പേഴ്സൺ, ഓക്കെ, ഓർ മേ ബി ലൈക്ക് അവരുടെ എനർജി, ഓൾറൈറ്റ്, അവരുടെ എനർജിനെക്കാട്ടി കൂടുതൽ നിങ്ങൾ റിലേറ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ കണക്ഷന്റെ ഒരു എനർജി അങ്ങനെയാണ്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ ഉൾവെലിഞ്ഞ് നിർത്തിയിട്ടുള്ള ചില കാര്യങ്ങൾ, ഓക്കെ, നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യാതെ വെച്ചിട്ടുള്ള ചില കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് സംസാരിക്കുക. അതായത് ഈ ഒരു റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് വളരെ ഇന്റൻസ് ആയിട്ട് നിങ്ങൾക്ക് സംസാരിക്കാനും വളരെ ഓപ്പൺ ആയിട്ട്, നിങ്ങൾ ഇത്ര കാലമായിട്ട് ഒരാളുടെ അടുത്ത് നിങ്ങൾക്കൊരു ബൗണ്ടറി ഇല്ലാണ്ട് നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടാവില്ല. ഓക്കെ, അതൊക്കെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു കണക്ഷൻ ആയിരിക്കാം, ഈ ഒരു പേഴ്സന്റെ അടുത്ത് നിന്നായിരിക്കാം. Did you meet this person? Group number 1. Why did you meet this person? Group number 1. നിങ്ങൾ മസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു റിലേഷൻഷിപ്പില് എന്താണോ നിങ്ങൾക്കൊരു സ്റ്റക്ക് ആയിട്ട് തോന്നുന്നത്, ഓക്കെ, ഓർ എന്താണോ നിങ്ങളെ പിടിച്ചു നിർത്തുന്നത്, അത് മസ്റ്റ് ആയിട്ട് നിങ്ങൾ എക്സാമിൻ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ. ഓക്കെ, കാരണം അങ്ങനെ പിടിച്ചു നിർത്തുന്ന എന്തോ ഒരു കാര്യം ഈ ഒരു വ്യക്തിയിൽ, ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളെ പിടിച്ചു നിർത്തുന്ന ആ ഒരു കാര്യം നിങ്ങൾക്ക് ഒരുപാട് ഇൻസൈറ്റ്, ഉൾക്കാഴ്ച തരുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ എന്തോ ഒരു ഡീപ്പായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഒരു പക്ഷെ ആ ഒരു കണക്ഷൻ ആയിരിക്കാം. ഓക്കെ, ഓർ മേ ബി ചില കാര്യങ്ങൾ. ഓക്കെ, സോ ചില കാര്യങ്ങൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അല്ലെങ്കിൽ വളരെ ഇന്റൻസ് ആയിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഒരു പക്ഷേ എന്തെങ്കിലും ഒരു ഹേർട്ട് ആയിട്ട് വരുന്ന ഒരു സിറ്റുവേഷൻസ്, അല്ലെങ്കിൽ അതൊരു വിഷമാവുന്ന ഒരു സിറ്റുവേഷൻസും കൂടെ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ അത് മേ ബി ലൈക്ക് നിങ്ങൾക്കിടയിൽ ആ ഒരു ഗ്യാപ്പ് വരുന്നോണ്ടായിരിക്കാം. ഓൾറൈറ്റ്, ഓർ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു പെർട്ടിക്കുലർ ടൈം ആവുന്ന സമയത്ത് നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും ഒരു ഫ്രീസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ. ഓക്കെ, സോ നിങ്ങൾക്ക് അങ്ങനെ വീണ്ടും അതുപോലെ സിറ്റുവേഷനിലേക്ക് വരാതിരിക്കാനുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിച്ചിട്ടുണ്ടായിരിക്കണം. ഓർ ഡിസ്കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഫീലിംഗ്, സ്റ്റക്ക് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ്സ് ഇല്ലാത്തൊരു സിറ്റുവേഷൻസ് മേ ബി ഉണ്ടായിട്ടുണ്ടായിരിക്കണം. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കുക ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് വളരെ റെയർ ആയിട്ടുള്ള ഒരു ലൈഫ് എക്സ്പീരിയൻസ് നിങ്ങൾ തന്നിട്ടുണ്ട്. അത് നിങ്ങളുടെ ലൈഫിന്റെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആയിരിക്കാം. ഓക്കെ, പക്ഷേ ലൈക്ക് ആ ഒരു സിറ്റുവേഷൻ മേ ബി ലൈക്ക് നിങ്ങൾ എന്തൊക്കെ ഈ ഒരു റിലേഷൻഷിപ്പിന്ന് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടോ, എന്തൊക്കെ നിങ്ങൾ ഏൺ ചെയ്തിട്ടുണ്ടോ, മേ ബി നിങ്ങൾ ഒരുമിച്ച് വന്നിട്ടുണ്ടായിരിക്കണം, നിങ്ങൾ ഒരു ഫാമിലി ആയിട്ട് നിന്നിട്ടുണ്ടായിരിക്കണം, മേ ബി നിങ്ങൾ മാരീഡ് ആയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, കല്യാണം കഴിച്ചിട്ടുള്ള ആളുകളായിരിക്കാം, അല്ലെങ്കിൽ കല്യാണം വരെ എത്തിയിട്ടുണ്ടായിരിക്കണം. ഓൾറൈറ്റ്, ബട്ട് ഓൾ ഓഫ് സഡൻ എന്തെങ്കിലും ഒരു ചേഞ്ചസ്, ഓൾ ഓഫ് സഡൻ ഒരു ഡിസ്കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഫീലിങ്സ്, മേ ബി നിങ്ങൾക്ക് അത് ലൈഫ് ലോങ് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കാര്യമാണെന്ന് വിചാരിച്ചിട്ടുള്ള ഒരു കാര്യം, പെട്ടെന്ന് ഒരു ചേഞ്ച് നിങ്ങൾക്ക് ഒരു ട്രാമ അല്ലെങ്കിൽ വലിയൊരു വിഷമമായിട്ടുണ്ടായിരിക്കണം. ഓക്കെ, കാരണം ചില കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ അവിടെ പ്രോമിസ് അത് കീപ്പ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻസ് മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ഓക്കെ, സോ അത് മേ ബി ലൈക്ക് ചില കാര്യങ്ങൾ നിങ്ങൾ എന്തൊരു കാര്യം വളരെ ഡീപ്പായിട്ട് തന്നെ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ ഡീപ്പായിട്ട് തന്നെ നിങ്ങൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിന്ന്. ഓക്കെ, കാരണം ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അത്ര കാലമായിട്ട് നിങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു കാര്യം, നിങ്ങൾ വലിയൊരു ട്രഷർ ആയിട്ട് നിങ്ങളുടെ എല്ലാ എഫേർട്സും എടുത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ നിങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു കാര്യം ഓൾ ഓഫ് സഡൻ നഷ്ടമാവുന്ന ഒരു സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു ഇൻസൈറ്റ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള, നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുള്ള ചില സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ചില നഷ്ടങ്ങൾ ഉണ്ടാവുന്ന സമയത്താണ് നമുക്ക് ചില തിരിച്ചറിവുകൾ ഉണ്ടാവുക. ഓക്കെ, മേ ബി ആ ഒരു സിറ്റുവേഷനിലായിരിക്കാം നിങ്ങൾ കൂടുതൽ ഈ ഒരു വ്യക്തിയെ പറ്റിയിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടും കൂടുതൽ മനസ്സിലാക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, മേ ബി നിങ്ങൾ മനസ്സിലാക്കുക ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇവന്റ് ആയിരുന്നു. ഓക്കെ, അത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾ പെർഫോം ചെയ്തിട്ടുണ്ട്. രണ്ടുപേരും ഒരുമിച്ച് നിങ്ങളുടെ മാത്രമായിട്ടുള്ള ആ ഒരു സ്പേസിലോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്കും ഒരു മാതൃകയാവുന്ന രീതിയിൽ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളെയും ഒരുപാട് ഇൻസ്പയർ ചെയ്യുന്ന
ഒരു ബ്ലെസ്സിങ് ആയിട്ട് എല്ലാവരും കാണുന്ന ഒരു കൈൻഡ് ഓഫ് സിറ്റുവേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അത് നിങ്ങളുടെ മാരേജ് ആയിരിക്കാം, നിങ്ങളുടെ ഒരു പാർട്ട്ണർഷിപ്പ് ആയിരിക്കാം, നിങ്ങളുടെ ഒരു ലവ് സ്റ്റോറി ആയിരിക്കാം, ഓക്കെ, ഓർ നിങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യമായിരിക്കാം. കാരണം ചില ആളുകൾ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങളിലേക്ക് വരുന്നുണ്ട്. അത് മേ ബി നിങ്ങളുടെ ഒരു സർവീസ് ആയിരിക്കാം, നിങ്ങളുടെ ഒരു പാഷൻ, മേ ബി നിങ്ങൾ എന്തെങ്കിലും ഒരുമിച്ച് പെർഫോം ചെയ്തിട്ടുണ്ടായിരിക്കാം, ലൈക്ക് എ ഡാൻസേഴ്സ് ഓർ ലൈക്ക് എ സ്റ്റേജ് പെർഫോമർ. ഓക്കെ, സോ അങ്ങനത്തെ എന്തെങ്കിലും സിറ്റുവേഷൻ കൂടെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കണം. ആൻഡ് ഓൾ ഓഫ് സഡൻ അതിന് എന്തോ ഒരു ബ്രേക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ അത് ഇല്ലാണ്ട് അത്ര കാലമായിട്ട് നിങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു കാര്യം പെട്ടെന്ന് അതിൽ ഒന്നും സംഭവിക്കുന്നില്ല, പെട്ടെന്ന് അതൊരു വേദനയായിട്ട് മാറുന്ന ചില സിറ്റുവേഷൻസ് മേ ബി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ഓക്കെ, സോ അത് മേ ബി ലൈക്ക് നിങ്ങൾ മസ്റ്റ് ആയിട്ട് പോകേണ്ട ഒരു ലൈഫ് സിറ്റുവേഷൻ ആയിരിക്കാം. ആൻഡ് മെയിൻ ആയിട്ട് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു കാര്യം നിങ്ങൾ അതിന്ന് ഉൾക്കൊള്ളാനുണ്ട്, എന്തോ ഒരു കാര്യങ്ങൾ നിങ്ങൾ അതിന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അത് നിങ്ങളുടെ ഒരു ഗ്രേറ്റ് അവേക്കനിങ് പോലത്തെ ഒരു സിറ്റുവേഷൻ ആണ്. കാരണം ആ ഒരു സ്റ്റക്ക് ആയിട്ടുള്ള ഒരു ഫ്രോസൺ ആയിട്ടുള്ള ഒരു സിറ്റുവേഷന് നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, ഡീപ്പായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഓർ മേ ബി ലൈക്ക് അങ്ങനെ ഡിസ്കണക്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്ക് ഈ ഒരു കാര്യം തിരിച്ചറിയുന്നതിന്റെ ഭാഗമായിട്ട് ചില കാര്യങ്ങളെ ഒരു തിരിച്ചറിവാണ് നിങ്ങൾക്ക്. എസ്പെഷ്യലി ഒരു ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു ബൗണ്ടറി നിങ്ങൾ വെക്കാൻ, ആരെങ്കിലും ഒരാൾ ഓൾ ഓഫ് സഡൻ ഒരു ബൗണ്ടറി വെക്കാൻ ശ്രമിക്കുന്നതായിരിക്കണം. കാരണം ഈ ഒരു റിലേഷൻഷിപ്പ് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. പെട്ടെന്ന് ബ്ലോക്ക് ആക്കി പോവുക, പെട്ടെന്ന് ഡിസ്കണക്ട് ആയി പോവുക, പെട്ടെന്ന് പ്രോബ്ലംസ് ഉണ്ടാവുക, പെട്ടെന്ന് നിങ്ങൾ സെപ്പറേറ്റ് ആവുക. അത് ലീഗലി ആയിരിക്കാം. ഓക്കെ, ബട്ട് വീണ്ടും നിങ്ങൾ അതിലേക്ക് റീകണക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ വീണ്ടും ഒരു റിലേഷൻഷിപ്പ് കുറച്ചുകൂടി ഹെൽത്തി ആയിട്ട് എടുക്കാൻ പറ്റുന്ന എന്തൊക്കെ ഒരു ലൈഫ് മൊമെന്റ്സ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് നിങ്ങൾ റിലേറ്റ് ചെയ്യാം. ഓൾറൈറ്റ്, സോ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പ്, ഈ ഒരു കണക്ഷനെ പറ്റിയിട്ട് നിങ്ങൾ കേൾക്കേണ്ട ഒരു മെസ്സേജ് എന്താന്നുള്ളത് നമുക്ക് നോക്കാം. ഓൾറൈറ്റ്, ലെറ്റ്സ് ടേക്ക് എ ഫ്യൂ മെസ്സേജ്. എന്താണ് ഈ ഒരു കണക്ഷനെ പറ്റി, എന്തിനാണ് ഈ ഒരു വ്യക്തിയെ നിങ്ങൾ മീറ്റ് ചെയ്തത്, എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജ്? 1, why did you meet this person? Heal. Okay, heal, you are misleading by your belief. ഓക്കെ, കാരണം മേ ബി ഈ ഒരു സമയത്ത് എന്തെങ്കിലും കൈൻഡ് ഓഫ് സെപ്പറേഷൻ ഓർ ഈ ഒരു സമയത്ത് നിങ്ങൾക്കറിയാം എന്തോ ഒരു കാര്യം നിങ്ങളെ ഹോണ്ട് ചെയ്യുന്നുണ്ട്, ഹേർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സ്റ്റക്ക് ആയിട്ട് നിർത്തുന്നുണ്ട്. ഈ ഒരു കണക്ഷൻ, ഈ ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ആയിരിക്കാം, ഈ ഒരു സെപ്പറേഷൻ ആയിരിക്കാം. സോ മനസ്സിലാക്കുക, മേ ബി ആ ഒരു ടൈം മേ ബി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കുക ചില കാര്യങ്ങൾ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു ബിലീവ്, ഓക്കെ, അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ എടുക്കുന്ന രീതി മേ ബി നിങ്ങളൊന്ന് ഡിഫറെന്റ് ആയിട്ട് അപ്രോച്ച് ചെയ്യുക. കാരണം നിങ്ങൾക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ റിലേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഓർ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്ന ചില ബിലീഫ് നിങ്ങൾക്ക് തന്നെ അറിയാതെ നിങ്ങളെ ലിമിറ്റ് ചെയ്യുന്നതായിരിക്കാം, നിങ്ങൾക്ക് കുറച്ച് പ്രോബ്ലം ഉണ്ടാക്കുന്നതായിരിക്കാം, നിങ്ങൾ മിസ്ലീഡ് ചെയ്യുന്നതാണ്. മെയിൻ ആയിട്ട് നിങ്ങളുടെ വിശ്വാസങ്ങൾ, നിങ്ങളുടെ തോട്ട്സ് മിസ്ലീഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്, എസ്പെഷ്യലി ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ. ഓക്കെ, സോ നിങ്ങൾക്ക് എന്തൊക്കെ ഒരു ഡീപ്പ് ആയിട്ടുള്ള ഒരു ഇൻസൈറ്റ് ഉണ്ടാവുന്നുണ്ട്, ഉൾക്കാഴ്ച, അറിവ് ഉണ്ടാവുന്നുണ്ട് ഈ ഒരു സിറ്റുവേഷനെ പറ്റിയിട്ട്. സോ റൈറ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് നിങ്ങൾ എടുക്കാൻ ശ്രമിക്കാം. ഓക്കെ, സ്റ്റക്ക് ആയിട്ട് നിൽക്കാനുള്ള എല്ലാ പോസിബിലിറ്റീസും മേ ബി ഒരു ലൈഫ് സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവുന്നുണ്ട്. ബട്ട് അതിന് എന്തോ ഒരു കാര്യങ്ങൾ നിങ്ങൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. സോ റിലേറ്റ് വിത്ത് യുവർ സിറ്റുവേഷൻ. ലവ് ഓഫ് ലൈഫ് ടൈം, സോൾ ഇന്റൻഷൻ. ഓക്കെ, മനസ്സിലാക്കുക, ഇത് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു കണക്ഷൻ നിങ്ങൾക്ക് തോന്നാൻ കാരണം ഇത് നിങ്ങളുടെ ഒരു സോൾ ഇന്റൻഷൻ ആണ്, നിങ്ങൾ കണക്ട് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമാണ്. ആൻഡ് ഇത് ലവ് ഓഫ് ലൈഫ് ടൈം, നിങ്ങൾക്ക് അത്ര ഒരു ഇന്റൻസ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ തന്നെയാണ്. ഫസ്റ്റ് എക്സ്പീരിയൻസ്, എസ്പെഷ്യലി നിങ്ങളുടെ ഒരു ഫിസിക്കൽ കണക്ഷൻ, നിങ്ങൾ അത്ര ഇന്റൻസ് ആയിട്ടുള്ള ഒരു ഫിസിക്കൽ ഇന്റിമസി ഒക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത്. മെയിൻ ആയിട്ട് നിങ്ങൾ പരസ്പരം എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഫിസിക്കൽ ഇന്റിമസി. ഓക്കെ, അത് ലൈക്ക് ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് എന്ന് മാത്രമല്ല, നിങ്ങളുടെ ടച്ച് ആയിരിക്കാം, നിങ്ങളുടെ ഒരു ഹഗ് ആയിരിക്കാം, നിങ്ങളുടെ ഒരു പ്രസൻസ് ആയിരിക്കാം, പരസ്പരം വലിയ രീതിയിൽ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് ലൈക്ക് റെയർ ആണ്, നിങ്ങൾ മാത്രം നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ്. ആൻഡ് അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അതാണ് ഹാബിറ്റ് ചേഞ്ച് ആവുന്നത്, എത്ര കാലമായിട്ട് വിശ്വസിച്ച് വന്നിട്ടുള്ള ഹാബിറ്റ്, ഒരു ബിലീഫ് ഒക്കെ ബ്രേക്ക് ചെയ്യുന്നത്. ഓക്കെ, സി നിങ്ങളുടെ മേ ബി ചില ആളുകൾക്കുള്ള ഒരു മെസ്സേജ്, നിങ്ങളുടെ ബിലീഫ് നിങ്ങൾ മിസ്ലീഡ് ചെയ്യുന്നുണ്ട്. ഇത്ര കാലമായിട്ട് നിങ്ങൾ കൊണ്ടുവരുന്ന ഒരു ബിലീഫും കൂടെ ബ്രേക്ക് ചെയ്യാന്നുള്ളതും കൂടിയാണ് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഇന്റൻഷൻ എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് തോന്നാണ് അങ്ങനെ എന്തെങ്കിലും ഒരു വിശ്വാസം, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഹാബിറ്റ്, വിശ്വാസം എന്ന് മാത്രമല്ല ഹാബിറ്റ് ആയിരിക്കാം, നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ശീലങ്ങൾ എന്തൊക്കെയാണോ നിങ്ങൾക്ക് ബ്രേക്ക് ചെയ്യണം, നിങ്ങളുടെ ഒരു ഹയർ ഗുഡിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ ഒരു ഹയർ സെൽഫിന് വേണ്ടിയിട്ട് അതുപോലത്തെ ചേഞ്ച് എന്താണ് നിങ്ങൾ കൊണ്ടുവരേണ്ടത്, അതുപോലത്തെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാം.
ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കുക ഈ ഒരു റിലേഷൻഷിപ്പിന് അങ്ങനെ എന്തെങ്കിലും ഒരു മേജർ ആയിട്ടുള്ള ഒരു സോൾ ഇന്റൻഷൻ കൂടെ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, വിച്ച് മീൻസ് നിങ്ങൾക്ക് ഒരുപാട് ഇതുപോലത്തെ ഒരു ഡിവൈൻ കണക്ഷൻ ഒക്കെ തോന്നിയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം, സോൾ കണക്ഷൻ ഒക്കെ തോന്നിയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം. അതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്, നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് നിങ്ങൾ റിലേറ്റ് ചെയ്യാം. ഓക്കെ, hope you like this reading. Let's move to group number 2 now. Hey, group number 2, why did you meet this person? ഈ വ്യക്തി എന്തിനാണ് നിങ്ങളുടെ ലൈഫിൽ കണ്ടുമുട്ടിയത്? എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജ് നോക്കാം. ഗ്രൂപ്പ് നമ്പർ 2, ഈ ഒരു റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ ക്ലോസ്ഡ് ആവുന്നുണ്ട്. ഓക്കെ, ഒരു അൺഹെൽത്തി അറ്റാച്ച്മെന്റ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഓക്കെ, മേ ബി ചില ആളുകൾ ഇത് നിങ്ങളുടെ സെയിം ജെൻഡർ റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഓക്കെ, സെയിം ജെൻഡർ ഓർ ഒരു അൺഹെൽത്തി ആയിട്ടുള്ള ഒരു ഇമോഷണൽ സിറ്റുവേഷൻ കൂടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വളരെ കൂടുതൽ ഇൻവോൾവ് ആവുന്നുണ്ട്. ഓക്കെ, അത് മേ ബി നിങ്ങളുടെ ഒരു ട്രോമ, നിങ്ങളുടെ ഒരു പാസ്റ്റ് സിറ്റുവേഷൻ, നിങ്ങളുടെ ചൈൽഡ്ഹുഡിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, നിങ്ങളുടെ ചില ഇൻസെക്യൂരിറ്റീസ് ഈ ഒരു റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് ഈ വ്യക്തിയിലേക്ക്, ഈ ഒരു കണക്ഷനിലേക്ക് കൂടുതൽ അടുപ്പിക്കാൻ ഒരു കാരണമാവുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയോട് നിങ്ങൾക്ക് തോന്നുന്ന അമിതമായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് അത് ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഒരു ട്രോമയുടെ ഭാഗമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അത് നിങ്ങൾ ഹീൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് അതിന്റെ ഒരു ബ്യൂട്ടിയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കില്ല. അത് നിങ്ങൾ ഒരുപാട് ടോക്സിക് ആക്കാനുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഈ വ്യക്തിയോടുള്ള അറ്റാച്ച്മെന്റ്, അഡിക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഒരു അൺഹെൽത്തി സിറ്റുവേഷൻസ് ആവുന്നുണ്ട്. സോ അത് നിങ്ങൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കാം. ഓക്കെ, beware what you are projecting for the qualities you admire in one another, the qualities you both possess. Equally so, the qualities you don't like are also your own reflection. Alright, so ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ രണ്ടുപേരും വന്നിട്ടുള്ള ലൈഫ് സിറ്റുവേഷൻ, ഓക്കെ, നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഹാബിറ്റ്സ്, അഡിക്ഷൻസ് ഒക്കെ ആ വ്യക്തിയിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ കാണുന്നോ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളും ആയിരിക്കാം, ഇഷ്ടമില്ലാത്ത കാര്യങ്ങളും ആയിരിക്കാം, അതൊക്കെ നിങ്ങളുടെ ഉള്ളിലും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, കാരണം ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒരുപാട് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്, പ്രൊജക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഫീലിങ്സ്, ഇമോഷൻസ്, ഈഗോ ഒക്കെ നിങ്ങൾ പ്രൊജക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് തോന്നുകയാണ് ചില ക്വാളിറ്റീസ് നിങ്ങൾക്ക് അയാളിൽ ഇഷ്ടാവുന്നുണ്ട്, ആ ഒരു ക്വാളിറ്റീസ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ അത് മെയിൻ ആയിട്ട് നിങ്ങൾ രണ്ടുപേരും ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ ഒരു ട്രോമയുടെ ഭാഗമായിട്ട് സംഭവിച്ചതാണെന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഈ ഒരു അഡിക്ഷൻ, അറ്റാച്ച്മെന്റ്, കാരണം ഇതിന് നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിന് മാത്രമല്ല നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചില കാര്യങ്ങൾ മസ്റ്റ് ആയിട്ട് ഹീൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സ്പെഷ്യലി നിങ്ങൾക്ക് മേ ബി ലൈക്ക് നിങ്ങൾക്ക് തോന്നുന്നതാണ് ഒരു വ്യക്തി ഇമോഷണലി അറ്റാച്ച്ഡ് ഉണ്ടാവില്ല. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഓൾറൈറ്റ്, ഇമോഷണലി അറ്റാച്ച്ഡ് ആവുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളടുത്ത് ചില ഹോണസ്റ്റ് ഇല്ലാത്ത സിറ്റുവേഷൻ ആയിരിക്കാം. ഓക്കെ, അത് നിങ്ങൾക്ക് സ്വയം ചെയ്യാൻ സാധിക്കുന്നില്ല. ഓക്കെ, അതാണ് റിഫ്ലക്ട് ചെയ്യുന്നത്. നിങ്ങളുടെ ഉള്ളിൽ അത് ഇല്ല, നിങ്ങളും നിങ്ങളടുത്ത് അത് കാണിക്കുന്നില്ല. ഓക്കെ, സോ ചില കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ലെസൺ ആയിട്ട് തന്നെ എടുക്കേണ്ടതായിട്ടുണ്ട്, ചില മാറ്റങ്ങൾക്ക് ഹെൽപ്പ് ചെയ്ത് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ഓക്കെ, കാരണം ഇത് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് മേ ബി നിങ്ങളുടെ ഒരു ട്രോമ എന്താണെന്നുള്ളത് കൂടുതൽ ഹൈലൈറ്റ് ചെയ്തിട്ട്, കൂടുതൽ വിഷമിപ്പിച്ചിട്ട്, ആ ഒരു വിഷമത്തിൽ നിന്ന് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ഹീൽ ചെയ്യാൻ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഹെൽപ്പ് ആക്കി മാറ്റാൻ സാധിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 2, why did you meet this person? ഗ്രൂപ്പ് നമ്പർ 2, എന്തിനാണ് ഈ വ്യക്തിയെ നിങ്ങളുടെ ലൈഫിൽ കണ്ടുമുട്ടിയത്? ഗ്രൂപ്പ് നമ്പർ 2, why did you meet this person? ഗ്രൂപ്പ് നമ്പർ 2, എന്തിനാണ് ഈ വ്യക്തിയെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കണ്ടുമുട്ടിയത്? ഗ്രൂപ്പ് നമ്പർ 2, ചില കാര്യങ്ങൾ സഫോക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു ഇന്റൻഷൻ. ഓക്കെ, ചില കാര്യങ്ങൾ ഇങ്ങനെ പുകച്ച് പുറത്തേക്ക് കൊണ്ടുവരാന്ന് പറയുമല്ലോ. ഓക്കെ, സോ നമ്മളുടെ ഉള്ളില് നമുക്ക് തന്നെ അഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾ എന്തൊക്കെയാണോ ഹീൽ ചെയ്യേണ്ടത്, നമുക്കുള്ള ഇൻസെക്യൂരിറ്റീസ്, നിങ്ങളുടെ പാസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെ നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഇപ്പോഴും ഹീൽ ആവാതെ നിൽക്കുന്നുണ്ട്, അതൊക്കെ പുറത്തേക്ക് കൊണ്ടുവരാൻ അത് പല എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ഒരു ചെറുപ്പം മുതലേ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് ഹാബിറ്റ് ആയിരിക്കാം. ഓക്കെ, സോ നിങ്ങൾക്ക് എവിടെയും കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കാൻ സാധിക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ഓവർ ഇമോഷണൽ അറ്റാച്ച്മെന്റ് പല റിലേഷൻഷിപ്പിലും, അത് നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിലാണെന്നുണ്ടെങ്കിലും പാരന്റ്സിന്റെ അടുത്ത് നിന്നാണെന്നുണ്ടെങ്കിലും ഒക്കെ നിങ്ങൾക്കൊരു പ്രോബ്ലം ആയിട്ട് നിൽക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഒരു എക്സാമ്പിൾ ആണ്. ഓൾറൈറ്റ്, സോ ആ ഒരു അറ്റാച്ച്മെന്റ് എത്രമാത്രം നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആവുന്നുണ്ട്, നിങ്ങൾക്കൊരു പ്രോബ്ലം ആവുന്നുണ്ട് എന്നുള്ളത് ഇങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷനിലേക്ക് വരുന്ന സമയത്ത് അത് വലിയ രീതിയിൽ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ്. ഓക്കെ, ഒരുപാട് ഇങ്ങനെ അടിഞ്ഞു കൂടിയിട്ടുള്ള അല്ലെങ്കിൽ ഉറങ്ങിക്കിടന്നിട്ടുള്ള ഹീൽ ചെയ്യേണ്ട സിറ്റുവേഷൻ ഒക്കെ പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട് ഇതൊന്ന് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ട്. ഓക്കെ, സോ ഇത്ര ഈസി ആയിരിക്കില്ല നിങ്ങൾക്ക് ഒരു റിലേഷൻഷിപ്പ്.
ഓക്കെ, പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് നിങ്ങളുടെ കഴിവായിരിക്കാം, നിങ്ങളുടെ ഒരു ട്രൂ വേർഷൻ പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. നിങ്ങളുടെ ചില ഹാബിറ്റ്സ്, നിങ്ങളുടെ ടോക്സിക് ആയിട്ടുള്ള ചില ഹാബിറ്റ്സ്, നിങ്ങൾക്ക് തന്നെ അഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ചില ബിഹേവിയർ, വിശ്വാസങ്ങൾ, ഫീലിങ്സ് ഒക്കെ പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളത് അത്ര സഫോക്കേറ്റ് ആക്കുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ്. ഓക്കെ, സോ അതൊരു ചലഞ്ചാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചലഞ്ചാണ്. നിങ്ങൾ എത്ര ഈ ഒരു റിലേഷൻഷിപ്പ് പിടിച്ച് വെക്കാൻ ശ്രമിച്ചാലും, എത്ര ഇമോഷണലി അറ്റാച്ച്ഡ് ആവാൻ നോക്കിയാലും, എത്ര സ്നേഹം കൊണ്ട് ഡീൽ ചെയ്ത് ഈ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിച്ചാലും നിങ്ങൾക്കത് സാധ്യമാവില്ല. ഓക്കെ, സോ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ചേഞ്ചിന് വേണ്ടി, അല്ലെങ്കിൽ നല്ല രീതിയിൽ നിങ്ങളെ പുകച്ച് പുറത്തു കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് ആ ഒരു ഫൈറ്റ്. ആക്ച്വലി ഈ ഒരു റിലേഷൻഷിപ്പ്, അതാണ് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു ഇന്റൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 2. Why did you meet this person? Group number 2. Did you meet this person? Group number 2. സോ നിങ്ങൾക്ക് എന്തൊരു റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങള് എന്താണെന്ന്, നിങ്ങൾക്ക് എന്താ എക്സാക്ട്ലി വേണ്ടത് എന്നുള്ളത് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് അനുഭവിക്കുന്ന കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ എങ്ങനെ നിങ്ങളെ കണക്ട് ചെയ്യണം, അപ്രീഷിയേറ്റ് ചെയ്യണം, വാലിഡേറ്റ് ചെയ്യണം, ഓക്കെ, സെൽഫായിട്ട് കൂടുതൽ എങ്ങനെ കണക്ട് ചെയ്യണം എന്നുള്ളത് ഡെഫിനറ്റ്ലി ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്കൊരു പ്രോബ്ലം ആവുന്നത് വലിയ രീതിയിലുള്ള ഒരു ഇമോഷണലി ഒരു ഡിപ്പെൻഡൻസി നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളടുത്ത് ഒരുപാട് ഇമോഷണലി ഡിപ്പെൻഡഡ് ആവുന്നുണ്ടായിരിക്കണം, ഏതെങ്കിലും രീതിയിൽ ഡിപ്പെൻഡഡ് ആവുന്നുണ്ടായിരിക്കണം. ഓക്കെ, അതൊക്കെ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാക്കണം. കാരണം ചില കാര്യങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തന്നെ ആക്കണം, എന്നാലും നിങ്ങൾക്ക് അതിന് ചിന്തിക്കാൻ സാധിക്കുള്ളൂ. ഓക്കെ, സോ ഡെഫിനറ്റ്ലി നിങ്ങൾ ഒരു ടൈമിൽ നിങ്ങൾ റിയലൈസ് ചെയ്യും ഇത് നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് അല്ല, ഇത് നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള ഒരു ഇമോഷണൽ സിറ്റുവേഷൻ അല്ല എന്നുള്ളത് ഡെഫിനറ്റ്ലി നിങ്ങൾ റിയലൈസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. കാരണം അതല്ല നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിന്റെ ഇന്റൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, കാരണം നിങ്ങൾ നിങ്ങൾ ചിന്തിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എക്സാക്ട്ലി അറിയാം ഈ ഒരു റിലേഷൻഷിപ്പ് അല്ല നിങ്ങൾക്ക് വേണ്ടത്. ഓക്കെ, അത് നിങ്ങൾക്ക് വേണമെന്ന് തോന്നുന്നത് നിങ്ങളുടെ എന്തൊക്കെയോ ഒരു ട്രാമയുടെ ഭാഗമായിട്ട്, നിങ്ങളുടെ ഇൻസെക്യൂരിറ്റിയുടെ ഭാഗമായിട്ടാണ് നിങ്ങൾക്കത് വേണം എന്ന് തോന്നുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ചില ആളുകൾ ചില കണക്ഷൻസ് ഒക്കെ ആയിട്ട് എടുക്കുന്നുണ്ട്. ഓക്കെ, ഇമ്മെച്യൂരിറ്റി ഉണ്ടാവുന്നുണ്ട് ഒരു റിലേഷൻഷിപ്പിൽ. ഓക്കെ, സോ ഇത് നിങ്ങൾക്ക് റോങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, ഇതിലേക്ക് നിങ്ങൾ വരരുത് എന്നല്ല പറയുന്നത്. ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വ്യക്തി വലിയ രീതിയിലുള്ള ഒരു മാറ്റം നിങ്ങൾക്ക് കൊണ്ടുവരുന്നുണ്ട്. അത് നിങ്ങൾ നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, സോ ചില മേജർ ആക്ഷൻസ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ എടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് തോന്നുകയാണ് ഇത് നിങ്ങളുടെ സിറ്റുവേഷൻ ആയിട്ട് റിലേറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ചൂസ് അനദർ പൈൽ. ഓൾറൈറ്റ്, കാരണം ഈ ഒരു റിലേഷൻഷിപ്പ് ഇത് നിങ്ങളുടെ ഒരു ലവ് ഓഫ് ലൈഫ് ടൈം എന്നൊന്നും പറയാൻ പറ്റില്ല. ദിസ് കണക്ഷൻ ഇസ് നോട്ട് എ റൊമാൻറ്റിക് വൺ. ഓൾറൈറ്റ്, നിങ്ങൾക്കിടയിൽ നല്ല സൗഹൃദം ഉണ്ടാവുന്നുണ്ട്. ഡെഫിനറ്റ്ലി ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ ഒന്ന് നോക്കുന്ന സമയത്ത് സെയിം കാര്യം തന്നെ പല പ്രാവശ്യമായിട്ട് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടായിരിക്കണം. ഇനി പഠിച്ചിട്ട് അതും കൊണ്ടിട്ട് ലൈഫ് മുന്നോട്ട് പോവാന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, ഒരേ കാര്യം തന്നെ പല തവണ സംഭവിച്ചിട്ടുണ്ട്, ഒരേ വേദന പല തവണ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, സോ അത് നിങ്ങൾ വീണ്ടും വീണ്ടും അനുഭവിക്കുന്നത് നിങ്ങൾ അതൊന്നും പഠിക്കുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾക്കൊരു ലെസൺ ആണ്. ഗ്രൂപ്പ് നമ്പർ 2. Why did you meet this person? Alright, co-dependency ബ്രേക്ക് ചെയ്യുക. ഓക്കെ, നിങ്ങൾ ഒരാളെ എത്രമാത്രം ആശ്രയിക്കുന്നുണ്ട്, നിങ്ങൾക്ക് സ്വന്തമായിട്ട് മേ ബി നിങ്ങളുടെ ഇമോഷൻസ് നോക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഇതിന് മുൻപ് വരെ ഉണ്ടായിട്ടുണ്ടായിരിക്കണം. ചില ആളുകൾ ഓൾറെഡി നിങ്ങൾ അതൊന്ന് പഠിക്കുന്നുണ്ട്. ഓക്കെ, സോ ചില ആളുകൾ ഇപ്പോഴും നിങ്ങൾ അതൊന്ന് ഇറങ്ങി വരേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ കോ ഡിപ്പെൻഡൻസി, ഈ വ്യക്തി ഏതെങ്കിലും ഒരു രീതിയിൽ നിങ്ങൾ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഏതെങ്കിലും ഒരു വ്യക്തി മറ്റൊരു വ്യക്തിനെ വലിയ രീതിയിൽ ഒരു ഹെവി ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അത് ഫിനാൻഷ്യലി ആയിരിക്കാം, ഫിസിക്കലി ആയിരിക്കാം, മെന്റലി ഇമോഷണലി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് ബ്രേക്ക് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് എന്തോ ഒരു കാര്യം ഹെവി ആണ്, നിങ്ങളെ കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല, നിങ്ങളെ കൊണ്ട് താങ്ങാൻ പറ്റാത്ത ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ ടേക്ക് ആക്ഷൻ. കാരണം അതാണ് ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇവിടെ സ്നേഹമില്ല എന്നല്ല പറയുന്നത്, ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരുപാട് സ്നേഹം തോന്നും
ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് ഇഷ്ടങ്ങൾ, ഒരുപാട് സ്നേഹം, ഇമോഷൻസ് ഒരുപാട് ഉണ്ടാവുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ. അതൊരു വലിയൊരു റീസൺ ആണ് ഇതെന്ത് ചെയ്യണം, ഇതിനെങ്ങനെ ബ്രേക്ക് ചെയ്യണം എന്നുള്ളത് അറിയാത്തത്. സോ ചില മേജർ ആക്ഷൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, റിയാക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ ലൈക്ക് നിങ്ങളുടെ പിറകിൽ നിന്ന് ഒരാൾ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്ത് വരുന്ന സമയത്ത് ലൈക്ക് നിങ്ങൾ സ്ട്രോങ് ആയിട്ട് റിയാക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ഇമോഷൻസ്, നിങ്ങളുടെ എന്ത് അറ്റാച്ച്മെന്റ് അതൊക്കെ മാറ്റി വെച്ചിട്ട് റിയാക്ട് ചെയ്യണം. റെസ്പോണ്ട് ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്, സംസാരിക്കേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്, ഷൗട്ട് ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ അത് നല്ലൊരു മാറ്റമായിട്ട് നിങ്ങൾ എടുക്കുക. നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അത് നിങ്ങൾക്ക് ആ വ്യക്തിക്കും ആയിരിക്കാം. മേ ബി നിങ്ങൾ ഒരുപാട് അറ്റാച്ച്ഡ് ആവുന്നതായിരിക്കാം, നിങ്ങളൊരു പ്രോബ്ലം ആവുന്നതായിരിക്കാം ഒരു വ്യക്തിക്ക്. നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് നിങ്ങൾ റിലേറ്റ് ചെയ്യാം. കാരണം ആർക്കും ഒരാൾക്ക് ഒരു ബേർഡൻ ആണ്, ഒരു ലെസൺ ആണ് ഈ ഒരു റിലേഷൻഷിപ്പ്. സ്പെഷ്യലി നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ലെസൺ തന്നെയാണ്. Alright, group number 2. Why did you meet this person? What is the intention? Group number 2. Why did you meet this person? What is the intention? മേ ബി നിങ്ങൾ പരസ്പരം ഫിനാൻഷ്യലി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കണം, ജോബിൽ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കണം. ഏതെങ്കിലും രീതിയിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ആശ്രയിക്കുന്നുണ്ട്, നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ. ഓക്കെ, ഓർ എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഉണ്ടാവുന്നുണ്ട്. ഓൾറൈറ്റ്, ആൻഡ് മെയിൻ ആയിട്ട് നിങ്ങൾ എന്തിലാണോ ഡിപ്പെൻഡഡ് ആയിട്ട് നിൽക്കുന്നത് അത് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഈ ഒരു വ്യക്തിയെ ഫിനാൻഷ്യലി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ഫ്രീഡം നിങ്ങൾക്കും നിങ്ങളിൽ ഉണ്ടാക്കിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ആ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. ആൻഡ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങൾ രണ്ടുപേരുണ്ട്, അതിൽ ഒരാള് മാത്രമാണ് വളർന്നു വരുന്നത്. ഓക്കെ, മറ്റൊരാള് ആ വ്യക്തിക്ക് താങ്ങായിട്ട് നിൽക്കുന്നതായിരിക്കാം, ആ വ്യക്തിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ആളായിരിക്കണം. ഓക്കെ, ഒരാള് മാത്രമായിട്ട് അവരുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാം, അവരുടെ ലൈഫിൽ എല്ലാ കാര്യങ്ങളും ഉണ്ടാവുന്നതായിരിക്കാം, ഗ്രോത്ത് ഉണ്ടാവുന്നതായിരിക്കാം. പക്ഷെ ഒരാൾക്ക് അത് സംഭവിക്കുന്നില്ല. ഒരാൾ അതിന്റെ ഒരു കാവൽക്കാരനായിട്ട് അല്ലെങ്കിൽ ഒരു സെർവന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് നിങ്ങളെങ്കിൽ, അതായത് ഒരാൾ വളരാൻ വേണ്ടിയിട്ട് മറ്റൊരാൾ സാക്രിഫൈസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മോസ്റ്റ്ലി നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ സാധിക്കുക. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് തോന്നാം, ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് തോന്നാണ് നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ ലൈഫിൽ ആ ഒരു ചേഞ്ച് കൊണ്ടുവരുന്നില്ല എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ഇമോഷണലി ആയിരിക്കാം, നിങ്ങളുടെ ഫാമിലിയിലായിരിക്കാം, ചില ആളുകൾ നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ ബിൽഡ് ചെയ്ത് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ ചില കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അത് മേ ബി എഡ്യൂക്കേഷൻ ആയിരിക്കാം. ചില ആളുകൾ മേ ബി നിങ്ങൾ ഡീൽ ചെയ്യുന്ന വ്യക്തിയോ നിങ്ങളോ വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വ്യക്തി ആയിരിക്കാം. ഓക്കെ, ഈ ഒരു റിലേഷൻഷിപ്പിന്റെ മറ്റൊരു ഇന്റൻഷൻ എന്ന് പറയുന്നത് നിങ്ങൾ രണ്ടുപേരും അക്കാഡമിക്കലി ഗ്രോ ചെയ്യേണ്ടതായിട്ടുണ്ട്. വിദ്യാഭ്യാസമുള്ള ആളുകളായിരിക്കാം മേ ബി നിങ്ങൾ രണ്ടുപേരും. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ആ ഒരു നോളേജ് നിങ്ങൾ ഗെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ലൈഫ് ലെസൺസ്, അത് ചില ആളുകൾക്ക് അത് അക്കാഡമിക്കലി ആണ്, ചില ആളുകൾക്ക് നിങ്ങളുടെ ലൈഫ് ലെസൺസ് നിങ്ങൾ ഗ്രോ ചെയ്യേണ്ടതായിട്ടുണ്ട്, മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്, കൂടുതൽ കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം വരുന്നില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് വർക്ക് ഓൺ യുവർ സെൽഫ്. അതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ, അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, സോ നിങ്ങൾക്കിടയിൽ സ്നേഹം ഉണ്ടാവുന്നുണ്ട്. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരുപാട് ഇമോഷണൽ അറ്റാച്ച്മെന്റ്, ഒരു ട്രൂ ലവ്. ഓക്കെ, ട്രൂ ലവ് ഇൻ ദ സെൻസ് ലൈക്ക് ഒരു പ്യുവർ ആയിട്ടുള്ള ഒരു സ്നേഹം നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയുടെ അടുത്ത് തോന്നിയിട്ടുണ്ടായിരിക്കണം. ജെന്യൂൻ ആയിട്ടുള്ള, നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള ഫീലിങ്സ് വളരെ ജെന്യൂൻ ആയിട്ടുള്ള തന്നെയായിരിക്കാം. അത് തന്നെയായിരിക്കാം നിങ്ങൾക്കൊരു പ്രോബ്ലം ആയിട്ടും വന്നിട്ടുണ്ടായിരിക്കാം. ഓക്കെ, നിങ്ങളുടെ ഒരു അൺകണ്ടീഷണൽ ലവ് അത് നിങ്ങൾക്കൊരു പ്രോബ്ലം ആയിട്ട് വരുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ മേ ബി ലൈക്ക് നിങ്ങൾ അങ്ങനെ വളരെ അൺകണ്ടീഷണൽ ആയിട്ട് ഇമോഷണലി കണക്ട് ചെയ്യുന്ന വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ അൺകണ്ടീഷണൽ ആയിട്ട് ഏതൊരു സിറ്റുവേഷനിലേക്ക് പെട്ടെന്ന് ഒരു സ്നേഹം കിട്ടുന്ന സമയത്ത് നിങ്ങൾ അവിടെ എല്ലാം കൊണ്ട് നിരത്തുന്ന ആള്, എല്ലാം കൊണ്ട് ഒഴിക്കുന്ന ആളായിരിക്കാം. ഓക്കെ, എല്ലാ സ്നേഹങ്ങളും എല്ലാം കൊണ്ട് അവിടെ ഒഴുക്കുന്ന ആളുകളായിരിക്കാം. ഓക്കെ, സോ നിങ്ങളുടെ ആ ഒരു ക്വാളിറ്റി, സോ സ്നേഹം ഉണ്ടാവുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത്ര ഒരു പ്യുവർ ആയിട്ടുള്ള ഒരു ഫീലിങ്സ്, സ്നേഹം ഉള്ളിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് അത് വലിയൊരു കാര്യമാണ്. സോ നിങ്ങൾക്ക് അതിനുള്ള ഒരു വർത്ത് തോന്നണം, നിങ്ങൾ കൊടുക്കുന്നത് എന്താണ്. ഓക്കെ, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യമായിരിക്കാം. സോ അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു ഫീലിങ്സിന്റെ പേരിൽ, അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് തോന്നുന്നതിന്റെ പേരിൽ നമ്മൾ വലിയ രീതിയിൽ നമ്മൾ സ്വയം ഗ്രാൻഡഡ് ആയിട്ട് കൊടുക്കാതിരിക്കാം. ഓക്കെ, മേ ബി അതും ആയിരിക്കാം നിങ്ങൾക്കുള്ള ഒരു ലെസൺ എന്ന് പറയുന്നത്. കാരണം നിങ്ങൾക്ക് ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട്, നിങ്ങൾ റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ, നിങ്ങൾ അല്ലെങ്കിൽ ആ ഒരു വ്യക്തി, എസ്പെഷ്യലി നിങ്ങൾ
ഓക്കെ. സോ നിങ്ങൾക്ക് അതുപോലുള്ള ക്വാളിറ്റീസിൽ നിങ്ങൾ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ചില കാര്യങ്ങൾ നിങ്ങൾ ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ റിലേഷൻഷിപ്പിന് വന്നതിന് ശേഷം നിങ്ങൾ എന്തെങ്കിലും ബുക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം, മേ ബി നിങ്ങൾ റൈറ്റർ ആയിരിക്കാം, ഓഥർ ആയിരിക്കാം, എന്തെങ്കിലുമൊക്കെ എഴുതുന്ന ആളുകളായിരിക്കാം. ഓക്കെ. സോ എന്തൊരു കാര്യം അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന് അങ്ങനത്തെ ഒരു കാര്യം കൂടി നിങ്ങൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്തെങ്കിലും ഒരു ഓഥർ ആവുന്നുണ്ട്, നിങ്ങളോ ആ ഒരു വ്യക്തിയോ ഈ ഒരു റിലേഷൻഷിപ്പ് എന്നുള്ള എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന് നിങ്ങൾക്ക് വലിയൊരു അവേക്കനിങ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ. ഇറ്റ്സ് ലൈക്ക് കാരണം നിങ്ങളുടെ ഒരു ട്രാമ ഹീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് വഴി. ഓക്കെ. അതിങ്ങനെ ട്രിഗർ ചെയ്ത് പ്രോബ്ലം ആയിട്ട് ആൻഡ് ഫൈനലി നിങ്ങൾ അതിന്ന് ഓവർകം ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്താ ഒരു ട്രാമ നിങ്ങൾ ഹീൽ ചെയ്യേണ്ടത് എന്നുള്ളത്. ആൻഡ് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, അങ്ങനത്തെ ഒരു മാറ്റം വരുന്ന സമയത്ത് നിങ്ങൾ എന്തോ ഒരു കാര്യം അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം എഴുതുന്നുണ്ട്. ഓർ മേ ബി നിങ്ങൾ സ്പെഷ്യലി ലൈക്ക് എഴുതുന്ന കാര്യം. ഓക്കെ. നിങ്ങൾ എന്തെങ്കിലും റൈറ്റർ ആവുന്നതോ ഓർ മേ ബി നിങ്ങൾക്ക് അതിന് കിട്ടുന്ന ഐഡിയാസ് ഓർ അതിന് കിട്ടിയിട്ടുള്ള മെസ്സേജ് നിങ്ങൾക്ക് ഒരുപാട് ഇൻസ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ. സോ ഒരു ചേഞ്ച്, കാരണം ഈ ഒരു റിലേഷൻഷിപ്പിന് രണ്ട് സൈഡും കൂടെ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ. ഒരു സൈഡ് നിങ്ങൾ ഒരുപാട് ട്രിഗർ ചെയ്യുന്ന ഒരു കാര്യമാണ്. മറ്റേ സൈഡ് എന്ന് പറയുന്നത് ആ ഒരു കാര്യത്തിൽ നിന്ന് നിങ്ങൾ എങ്ങനെ ഗ്രോ ചെയ്തു, നിങ്ങൾ ഇമോഷണലി എങ്ങനെ ഗ്രോ ചെയ്തു, അവേക്കൻ ആയി ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു നിങ്ങളുടേതായിട്ടുള്ള ഒരു ജെന്യൂൻ ആയിട്ടുള്ള വേർഷനിലേക്ക് കണക്ട് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. കാരണം അൺകണ്ടീഷണൽ ആയിട്ടുള്ള ചില ചേഞ്ചസും ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ. ഫർഗെറ്റ് അബൌട്ട് ലൈക്ക് ലവ്, റൊമാൻസ് സിറ്റുവേഷൻ. പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ ഒരുപാട് ട്രിഗർ ചെയ്യുന്നുണ്ട് ആൻഡ് ദാറ്റ് ഇസ് ദ പർപ്പസ് ഓഫ് ദിസ് റിലേഷൻഷിപ്പ്. ഓക്കെ. ഗ്രൂപ്പ് നമ്പർ 2 ഈ ഒരു റിലേഷൻഷിപ്പിൽ റിട്ടേൺ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ. സോ അതായത് ഒരു ടൈമിൽ മേ ബി ലൈക്ക് നിങ്ങൾ വളരെ യങ് ആയിട്ടുള്ള ഏജിൽ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഇമോഷണൽ സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം. നിങ്ങൾ പഠിക്കുന്ന സമയത്തൊക്കെ റിലേഷൻഷിപ്പിൽ വന്നിട്ടുള്ള ആളുകളായിരിക്കാം. ഒരു വലിയൊരു ഗ്യാപ്പിന് ശേഷം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്ന കുറെ ട്രാൻസ്ഫർമേഷൻ ഒക്കെ ഉണ്ടാവുന്നുണ്ട്, കുറെ ചേഞ്ചസ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ. ആ ഒരു ടൈമിൽ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള ഒരു ഇമോഷണൽ സിറ്റുവേഷൻ, ഒരു ട്രാമ, ഒരുപാട് ട്രിഗർ ചെയ്തിട്ടുള്ള ഒരു കാര്യം, മേ ബി അതൊക്കെ നിങ്ങൾ കുറെ വർഷങ്ങൾക്ക് ശേഷം ഹീൽ ചെയ്ത് വീണ്ടും നിങ്ങൾ നല്ല രീതിയിൽ റീകണക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു സൗഹൃദം കൂടുതൽ കണക്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. കാരണം ഈ ഒരു റിലേഷൻഷിപ്പ് വൺ ടൈം എന്ന് മാത്രമല്ല, അവിടെ റിട്ടേൺസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ. റിട്ടേൺസ് ഉണ്ടാവുന്നത് ഫ്രഷ് ആയിട്ടാണ്. മേ ബി ലൈക്ക് ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾ എത്ര യങ് ആയിട്ടുള്ള ഏജ് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, വളരെ ചെറുപ്പക്കാരാണെന്നുണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ മേ ബി ചില ആളുകൾ വളരെ ഏജ്ഡ് ആയിട്ടുള്ള ആളുകളായിരിക്കാം. കാരണം ഇങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ വരുന്നത് നിങ്ങളുടെ ഒരു ലേറ്റ് ഏജിലാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് പ്രായം തോന്നിപ്പിക്കുന്ന ഒരു ടൈമിലാണ്. ലൈഫ് ഇല്ല, ഇനി ഇങ്ങനെ ഇല്ല എന്ന് തോന്നിപ്പിക്കുന്ന ഒരു ടൈമിലായിരിക്കാം ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുണ്ടായിരിക്കാം. ഓക്കെ. ആൻഡ് അവിടെ നിന്നും നിങ്ങൾ മേ ബി നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടായിരിക്കണം. പക്ഷെ പിന്നീട് നിങ്ങൾക്ക് വലിയൊരു ട്രിഗർ ചെയ്യുന്ന ലൈഫ് സിറ്റുവേഷൻ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കണം. ഓക്കെ. സോ നിങ്ങൾ ഫിസിക്കലി, മെന്റലി, ഇമോഷണലി എല്ലാ രീതിയിലും നിങ്ങൾക്ക് അത്രയൊരു പ്രായം തോന്നിപ്പിക്കുന്ന എക്സ്പീരിയൻസ്, അതായത് നിങ്ങൾക്ക് എക്സൈറ്റഡ് ആയിട്ട് ഒന്നും ലൈഫിൽ തോന്നാത്ത കാര്യങ്ങൾ മേ ബി ആ ഒരു സിറ്റുവേഷനിൽ കൂടെ നിങ്ങൾ പോയിട്ടുണ്ടായിരിക്കണം. പക്ഷെ ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ മേ ബി നിങ്ങളുടെ ഒരു സെപ്പറേഷൻ, കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വലിയൊരു ബ്രേക്കപ്പ് ഉണ്ടാവണം. ഓക്കെ. ആ ഒരു ബ്രേക്കപ്പ് മേ ബി കുറച്ച് വർഷങ്ങളിലേക്ക് വേണ്ടിയിട്ടായിരിക്കാം. ആ ഒരു സിറ്റുവേഷന് ശേഷം നിങ്ങൾ വീണ്ടും കണക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വളരെ യങ് ആയിട്ടുള്ള ഒരു എനർജിയിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യാണ്. നിങ്ങളുടെ ഫിസിക്കാലിറ്റിയിലും അതുപോലത്തെ ചേഞ്ചസ് വരുന്നുണ്ട്. മേ ബി നിങ്ങൾ ഒരുപാട് ഫിസിക്കലി ഉള്ള ഒരു മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വീണ്ടും റീകണക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വരുത്തിയിട്ടുണ്ടായിരിക്കണം. ഓക്കെ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടായിരിക്കണം കാരണം നിങ്ങൾ വളരെ ബ്യൂട്ടിഫുൾ ആവുന്നത് നിങ്ങളുടെ എനർജിയിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്, നിങ്ങളുടെ തോട്ട്സിൽ ഒരുപാട് ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. ഇൻ ആൻഡ് ഔട്ട് ആ ഒരു ഗ്ലോ നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിലും മനസ്സിലൊക്കെ ഉണ്ടാവുന്ന ഒരു ടൈമിലാണ് നിങ്ങൾ റീകണക്ട് ചെയ്യുന്നത്. ഓക്കെ. സോ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഒരു ടൈമിൽ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് പ്രോബ്ലം ആക്കിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണോ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ പറ്റുക, എങ്ങനെയൊക്കെ നിങ്ങൾക്ക് അതിന് മാറി നിൽക്കാൻ പറ്റും, എങ്ങനെയൊക്കെ നിങ്ങൾക്ക് നിങ്ങളെ കെയർ ചെയ്യാൻ പറ്റും, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് വരിക. കാരണം അങ്ങനെ വരുന്ന സമയത്താണ് നിങ്ങൾ വീണ്ടും റീകണക്ട് ചെയ്യുന്നത്. ഓക്കെ. മനസ്സിലാക്കിയ ഒരു റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ വന്നിട്ടുള്ളത് നിങ്ങളുടെ ഒരു ട്രാമ ട്രിഗർ ചെയ്ത് അത് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് ഹീൽ ചെയ്ത് കഴിയുന്ന സമയത്ത് നിങ്ങൾ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. നിങ്ങൾക്ക് അവിടെ ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാവുന്നുണ്ട്. കാരണം ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ആ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം, ബെറ്റർ ആയിട്ടുള്ള ഫിനാൻഷ്യൽ കോൺസെപ്റ്റ് ഉണ്ടാക്കാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു വ്യക്തിയുടെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് അതുപോലത്തെ പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടായിരിക്കണം, ഹെൽപ്പും ഉണ്ടായിട്ടുണ്ടായിരിക്കണം. ഓക്കെ. സോ റീറൈറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു റിലേഷൻഷിപ്പാണ് ഈ ഒരു കണക്ഷൻ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അൺഹെൽത്തി ആയിട്ടുള്ള അറ്റാച്ച്മെന്റ് വളരെ ക്ലോസ് ആയിട്ട് പോയി നിൽക്കുന്നത് നിങ്ങൾ ഒരു രീതിയിലും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഹെൽപ്പ് ചെയ്യില്ല. അതല്ല നിങ്ങളുടെ ഇന്റൻഷൻ.
ഓക്കെ, സോ എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജ് ഈ ഒരു റിലേഷൻഷിപ്പിനെ പറ്റി, ഈ ഒരു കണക്ഷനെ പറ്റിയിട്ട് നിങ്ങൾ എന്താണ് അറിയേണ്ടത്? എന്തിനാണ് ഈ ഒരു വ്യക്തിയെ നിങ്ങൾ മീറ്റ് ചെയ്തിട്ടുള്ളത്? ലെറ്റ്സ് സീ ഗ്രൂപ്പ് നമ്പർ 2. Why did you meet this person? Love yourself first. Exactly. ഹീൽ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഇന്റൻഷൻ. ലവ് യുവർ സെൽഫ് ഫസ്റ്റ്. ചില ആളുകൾക്ക് ഇത് നിങ്ങളുടെ ഒരു ഫസ്റ്റ് ലവ് ആണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയിലേക്ക് വന്ന സമയത്ത്, ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്ന സമയത്ത് വലിയൊരു സേഫ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. ഓക്കെ, കാരണം നിങ്ങളുടെ ചൈൽഡ്ഹുഡില് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവണമെന്നില്ല. ഓക്കെ, ഇതിലേക്ക് വന്ന സമയത്തൊക്കെ നിങ്ങൾ സേഫ് ആയിട്ടുള്ള ഒരു ഫീലിങ്സ്, ഈവൻ അത് അവിടെ സേഫ് അല്ല എന്നുണ്ടെങ്കിലും ഇനീഷ്യലി നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടായിരിക്കണം. അതൊക്കെ നിങ്ങളുടെ ഒരു ട്രാമയുടെ ഭാഗമായിട്ടുള്ളതാണ്. ഒക്കെ ഒരു അൺഹെൽത്തി അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ ഇങ്ങനെ നിങ്ങൾ കണക്ട് ചെയ്യുന്നതൊക്കെ. ഓക്കെ, യു ആൻഡ് മീ ക്രിയേറ്റ് അവർ ഹോം. ഓക്കെ, സി ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ്. ലൈക്ക് അവിടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ രണ്ടുപേരും മാത്രം, മേ ബി നിങ്ങൾക്ക് മാത്രം ചില കാര്യങ്ങൾ ഹീൽ ചെയ്യാന്നുള്ളതല്ല, ആ വ്യക്തിക്കും നിങ്ങൾ കാരണം ഒരു ട്രിഗർ ഉണ്ടാവുന്നുണ്ട്, പ്രോബ്ലംസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ആൻഡ് അവരുടെ ഒരു ബാഡ് ഹാബിറ്റ്, അവരുടെ ഒരു പല ഹാബിറ്റ്സും ഇങ്ങനെ ട്രിഗർ ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമുക്കുള്ളിലും ഉണ്ടാവും മോശം സ്വഭാവങ്ങളൊക്കെ അല്ലെ, അതിങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് അത് പുറത്തേക്ക് കൊണ്ടുവരാനും ഈ ഒരു റിലേഷൻഷിപ്പ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ മേ ബി ലൈക്ക് നിങ്ങളൊരു പീരീഡിന് ശേഷം നിങ്ങൾ റീകണക്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. അവിടെ നിങ്ങൾ വളരെ ഇന്നസെന്റ് ആണ്, നിങ്ങളുടെ സോൾ വളരെ ക്ലെൻസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് വളരെ വളരെ പ്യോർ ആണ്. അതായത് ഒരു പുതിയൊരു പാത്രം പോലെ അത്ര ക്ലീൻ ആണ്. ഓക്കെ, ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് വന്നു പോയതിനു ശേഷം നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു മാറ്റം, ഒരു പീരീഡിന് ശേഷം അങ്ങനത്തെ ഒരു മാറ്റം വരുന്നുണ്ട്. ആൻഡ് മേ ബി ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഈ ഒരു റിലേഷൻഷിപ്പ് റീകണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. കാരണം നിങ്ങൾക്ക് ഒരു ഹോം ഫീലിങ്സ്, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരു ഷെൽട്ടറിലേക്ക് വരാം. ഓക്കെ, സോ അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ മേ ബി ഇൻ ഫ്യൂച്ചർ ആ ഒരു ട്രാൻസ്ഫോർമേഷന് ശേഷം, ആ ഒരു ചേഞ്ചിന് ശേഷം നിങ്ങൾക്ക് അതിനെ സാധിക്കുന്നു. കാരണം നിങ്ങൾ ആ ഒരു ടൈമിൽ റീകണക്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. 777 ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ ഈ ഒരു സിറ്റുവേഷൻ ഹീൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് സ്പിരിച്വൽ ഗ്രോത്ത് കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ കോൺസെപ്റ്റില്, നിങ്ങളുടെ കോ ഡിപ്പെൻഡൻസി, നിങ്ങൾ ഒരാളിൽ എത്രമാത്രം ഡിപ്പെൻഡഡ് ആണ്, എങ്ങനെ സ്വന്തം ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കണം, സ്വയം ടേക്ക് കെയർ ചെയ്യണം എന്നുള്ളത് ഡെഫിനറ്റ്ലി ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഡിവൈൻ കണക്ഷൻ. ഓക്കെ, സോ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളെ അത്ര സ്പിരിച്വലി നിങ്ങളെ ഗ്രോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം ഇത് നിങ്ങളെ ഒരുപാട് ഇങ്ങനെ ട്രിഗർ ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ ഒരു കണ്ണാടി പോലെ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, അതാണ് നിങ്ങൾ റിഫ്ലക്ട് ചെയ്യുന്നത്, നിങ്ങൾ പ്രൊജക്ട് ചെയ്യുന്നത്. അവിടുത്തെ ബാഡ് ക്വാളിറ്റീസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം, നിങ്ങളുടെ ഉള്ളിലുള്ള കാര്യങ്ങളായിരിക്കണം. ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളെ ഹീൽ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വളരെ നല്ല രീതിയിൽ റീകണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഹീൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ ഹീൽ ചെയ്യുക. വർക്ക് ഓൺ യുവർ സെൽഫ്. നിങ്ങൾക്ക് ഒരു സ്റ്റെബിലിറ്റി നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം, എസ്പെഷ്യലി ഫിനാൻഷ്യലി, അക്കാഡമിക്കലി. ഓക്കെ, ആൻഡ് നിങ്ങളുടെ ലൈഫ് ലെസൺസ് ഒക്കെ നിങ്ങൾ ഗ്രോ ചെയ്യണം. അതാണ് ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, so that's the message group number 2. Hope you like this reading. Let's move to group number 3 now. Hey group number 3, why did you meet this person? ഈ വ്യക്തിയെ നിങ്ങൾ എന്തിനാണ് കണ്ടുമുട്ടിയത്? എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജ്? എന്താണ് ഈ ഒരു സിറ്റുവേഷൻ, കണക്ഷൻ, റിലേഷൻഷിപ്പ്? എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളെ പഠിപ്പിക്കുന്നത്? ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ കംഫർട്ടാണ്. ഓക്കെ, ഹോം. ഓക്കെ, അത്ര ഹോം ഫീലിങ്സ് തോന്നിയിട്ടുള്ള, സെക്യൂർ ആയിട്ട് തോന്നിയിട്ടുള്ള, ജെന്യൂൻ ആയിട്ട് തോന്നിയിട്ടുള്ള ഫീലിങ്സ്, മ്യൂച്വലി കണക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ. ഓക്കെ, ലൈക്ക് നിങ്ങൾക്ക് ഒരുപാട് ഡിവൈൻ ഫീലിങ്സ് ഒക്കെ തോന്നിയിട്ടുണ്ടായിരിക്കണം. അതാണ് നിങ്ങൾക്ക് വലിയൊരു സെക്യൂർ ആണ് ഈ ഒരു പേഴ്സൺ, ഈ ഒരു കണക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത് നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളെ ഹീൽ ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്പിരിച്വൽ ഗ്രോത്ത്, മെന്റൽ ഗ്രോത്ത്, ഇൻസൈറ്റ് ഒക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ആണ്. ഓക്കെ, നിങ്ങളൊരു masculine, feminine situation. All right, group number 3 was a message for you. Sacred union, honor and treasure your relationship, for it's truly sacred. Okay, so നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു വലിയൊരു ട്രഷർ ആയിട്ട് തന്നെ നിങ്ങൾ കാണേണ്ടതാണ്. ഇത് കാരണം റെയർ ആണ്, യൂണീക്ക് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. ഓക്കെ, സോ അത് വലിയൊരു നിങ്ങളുടെ ഒരു ബ്ലെസ്സിങ് ആണ് ഈ ഒരു കണക്ഷൻ, ഇങ്ങനത്തെ ഒരു ഫീലിങ്സ്. അത് ഈവൻ ലൈക്ക് ഒരു കുറച്ചൊരു ടൈമിലേക്കാണെന്നുണ്ടെങ്കിലും, നിങ്ങളുടെ ലൈഫിന്റെ ഒരു നല്ലൊരു ചാപ്റ്റർ ആയിട്ടാണ്. ലൈഫ് ലോങ് അതില്ലാന്നുണ്ടെങ്കിലും നിങ്ങൾക്കിത് ലൈഫ് ലോങ് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഈ ഒരു റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് ആലോചിക്കുന്ന സമയത്ത് നാച്ചുറലി സിറ്റുവേഷൻസ് ഹീൽ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്.
ഓക്കെ. സോ ഒരു ട്രഷറാണ് ഈ ഒരു റിലേഷൻഷിപ്പ്, സാക്രഡ് യൂണിയൻ. നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫിസിക്കൽ ഇന്റിമസി കണക്ഷനും ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. വൺ ആൻഡ് ഓൺലി പാർട്ട്ണർ, ലവ് ഓഫ് യുവർ ലൈഫ് ടൈം, റൊമാൻസ് ഓഫ് യുവർ ലൈഫ് ടൈം എന്നൊക്കെ തോന്നിയിട്ടുള്ള റിലേഷൻഷിപ്പ്. ഓക്കെ. സോ പെർഫെക്റ്റ് അല്ലെങ്കിൽ ഒരു ചില പെർഫെക്ഷൻ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളത് ഈ ഒരു റിലേഷൻഷിപ്പിലായിരിക്കാം. ഓൾറൈറ്റ്. സോ വളരെ സോഫ്റ്റ്, വളരെ ജെന്റിൽ ആയിട്ടുള്ള ഫീലിങ്സ്. ഗ്രൂപ്പ് നമ്പർ 3. Why did you meet this person? എന്തിനാണ് ഈ ഒരു വ്യക്തിയെ നിങ്ങൾ കണ്ടുമുട്ടിയത്? ഗ്രൂപ്പ് നമ്പർ 3. Why did you meet this person? Group number 3. Think about your person. Group number 3. എന്തിനാണ് ഈ ഒരു വ്യക്തിയെ നിങ്ങൾ കണ്ടുമുട്ടിയത്? എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഇന്റൻഷൻ? Why did you meet this person? ഓക്കെ. സോ മെമ്മറീസ് ഉണ്ടാക്കണം. ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒരുപാട് മെമ്മറീസ് ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ. ഓർ ചില ഒരു റിയൽ ലാക്നെസ് എന്താണെന്നുള്ളത്, ഓക്കെ, അല്ലെങ്കിൽ റിയൽ നഷ്ടം എന്താണെന്നുള്ളത് അത് നിങ്ങളൊരു വേദനയായിട്ട് എടുക്കുക എന്നുള്ളതല്ല. പക്ഷെ അത് നിങ്ങൾക്ക് ഒരു ടൈമിൽ നിങ്ങൾക്കൊരു വേദനയായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിലും പിന്നീട് നിങ്ങൾക്ക് ആ ഒരു പെയിൻ അല്ലെങ്കിൽ ആ ഒരു അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യത്തിന്റെ ഇന്റൻസ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന സമയത്ത് നിങ്ങൾക്കത് വളരെ ഈസി ആയിട്ട് അല്ലെങ്കിൽ വളരെ പീസ്ഫുൾ ആയിട്ട് സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ഡീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ. സോ മേ ബി നിങ്ങൾക്ക് എന്തെങ്കിലും കൈൻഡ് ഓഫ് പാസ്റ്റ് ലൈഫ് കണക്ഷൻ, പാസ്റ്റ് സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടായിരിക്കാം ഈ ഒരു വ്യക്തിയുമായിട്ട്. ഓക്കെ. സോ ചില സിറ്റുവേഷൻസ്, ചില കാര്യങ്ങൾ ഒരു ടൈം വരെ നിങ്ങൾക്ക് ഒരു വേദനയായിട്ടുണ്ടാവും, പക്ഷെ അതൊക്കെ ഹീൽ ചെയ്യാൻ പറ്റുന്ന എക്സ്പീരിയൻസ് ഈ ഒരു റിലേഷൻഷിപ്പ് തന്നെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ഓൾറൈറ്റ്. നിങ്ങളുടെ ഉറക്കം കെടുത്തുന്ന ഒരു കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ഫീലിങ്സ് ആണ് ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത്. ഹയർ ലെവൽ കമ്മിറ്റ്മെന്റ്സ്, മേ ബി ഇത് നിങ്ങളുടെ ഹസ്ബൻഡ് ഓർ വൈഫ് ആയിരിക്കാം. ഓർ നിങ്ങൾ എന്തെങ്കിലും കമ്മിറ്റ്മെന്റിലേക്ക് വന്നിട്ടുള്ള, സീരിയസ് കമ്മിറ്റ്മെന്റിലേക്ക് വന്നിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഓർ ഇൻ ഫ്യൂച്ചർ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും പ്ലാൻ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ഓർ ചില ആളുകൾക്ക് നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും കമ്മിറ്റ്മെന്റൽ ഇഷ്യൂ ഈ ഒരു സമയത്ത് ഉണ്ടായിട്ടുണ്ടായിരിക്കണം. ബട്ട് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ കണക്ഷൻ ഹയർ ലെവൽ ഓഫ് കമ്മിറ്റ്മെന്റ്സ് ഇൻവോൾവ് ആണ്. ഓക്കെ. സോ അത് നിങ്ങളുടെ സോളിന് അത്ര ഡീപ്പായിട്ട് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും മേജർ പേർപ്പസ് ഉണ്ടായിരിക്കാം, നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും മേജർ ഇന്റൻഷൻ. ഓക്കെ. സോ നിങ്ങൾ ഒരു സോൾ കോൺട്രാക്ട് ഡെഫിനറ്റ്ലി ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ. പേർപ്പസ്, ഇന്റൻഷൻ. ഓൾറൈറ്റ്. ഗ്രൂപ്പ് നമ്പർ 3. സോ ഇത് നിങ്ങൾക്ക് ഒരുപാട് കോൺഫിഡൻസ് ഉണ്ടാക്കുന്നുണ്ട്, സ്നേഹം. ഓക്കെ. ഒരുപാട് സ്നേഹം ഉണ്ടാവുന്നുണ്ട്, ഫ്രീഡം. ഓക്കെ. ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒരുപാട് ഫ്രീഡം ഒക്കെ നിങ്ങൾ കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇതിലേക്ക് വന്നതിന് ശേഷം നിങ്ങൾ ഒരു റിയൽ ഹാപ്പിനെസ്, ലൈക്ക് എ ബട്ടർഫ്ലൈ, ലൈക്ക് ഒരു ട്രാവൽ ചെയ്യാനുള്ള ഒരു ഫ്രീഡം. മേ ബി നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്ന സമയത്തായിരിക്കാം നിങ്ങൾ പല കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കുക, മൂവ്മെന്റ്സ് ഉണ്ടായിട്ടുണ്ടായിരിക്കുക. ഒരു ടൈമിൽ ലൈഫ് സ്റ്റക്കാണ്, ഒരു വെയിറ്റിംഗ്, ലാക്നെസ്, മിസ്സിംഗ് ഒക്കെ തോന്നിയിട്ടുള്ള ഒരു ടൈമിലായിരിക്കാം മേ ബി ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ വന്നിട്ടുണ്ടായിരിക്കുക. ഒരു ചില ആളുകൾക്ക് നിങ്ങൾക്ക് എവിടെയും ഫിക്സ് ആക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഒരു വലിയൊരു തിരിച്ചറിവാണ് ഈ ഒരു കണക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ. നിങ്ങൾക്ക് പല പല റിലേഷൻഷിപ്പ് സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം, പക്ഷെ നിങ്ങൾ അങ്ങനെ പിടിച്ചു നിർത്തിയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സൺ ആയിരിക്കാം. ഓക്കെ. ഈ പേഴ്സൺ നിങ്ങൾ അത്ര സ്വാധീനിച്ചിട്ടുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ഓൾറൈറ്റ്. സോ ഒരു വെയിറ്റ് ഉണ്ടായിരിക്കാം, മേ ബി ലൈക്ക് ഒരു ഡിസ്റ്റൻസ് മേ ബി ഒരു ടൈമിൽ നിങ്ങൾ ഈ ഒരു വ്യക്തിയുമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിന്റെ ഒരു ടൈമിൽ ഒരു വലിയൊരു കാത്തിരിപ്പിന് ശേഷമായിരിക്കാം അൺഎക്സ്പെക്ടഡ്ലി ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ വന്നിട്ടുണ്ടായിരിക്കാം. കാരണം നിങ്ങൾ ഇത്ര ഇന്റൻസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, ലവ്, ഫീലിങ്സ്, ഫ്രീഡം, മെയിൻ ആയിട്ട് ഫ്രീഡം എക്സ്പീരിയൻസ് ചെയ്യാനാണ് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു മെയിൻ ഇന്റൻഷൻ എന്ന് പറയുന്നത്. അതിനാണ് ഈ ഒരു വ്യക്തി നിങ്ങൾ കണക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ. Why did you meet this person? Why did you meet this person? First experience, okay, and നിങ്ങളൊരു ട്രൂ വേർഷൻ, നിങ്ങളൊരു ട്രൂ സെൽഫ് എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ളതാണ് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഇന്റൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ. സോ വളരെ ഇന്റൻസ് ആയിട്ടുള്ള ഫീലിങ്സ്, ടച്ച്, കെയർ, ഇന്റിമസി ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ളത് ഇറ്റ്സ് ഓൾ യുവർ റൈറ്റ്. ഓക്കെ. ആൻഡ് ഈ ഒരു വ്യക്തിക്ക് മാത്രമേ അങ്ങനത്തെ ഒരു ഇന്റൻസ് ആയിട്ടുള്ള ഒരു ഫീലിങ്സ് നിങ്ങൾക്ക് തരാനും പറ്റുള്ളൂ. ഒരു മദർലി കെയർ, അമ്മ കുട്ടി റിലേഷൻഷിപ്പ് ഡിഫറെന്റ് ആയിരിക്കാം. ഓക്കെ. ഇറ്റ്സ് ലൈക്ക് നമ്മൾ കണ്ടിട്ടില്ലേ ചില ആനിമൽസിന് ഡിഫറെന്റ് ആയിട്ടുള്ള ആനിമൽ ആയിരിക്കാം പാരന്റ് ആയിട്ട് നിൽക്കുന്നുണ്ടായിരിക്കാം. ലൈക്ക്
ഡോഗിന്റെ കുട്ടീനെ കാറ്റൊക്കെ നോക്കുന്നത് പോലെ. ഓക്കെ, സോ അങ്ങനത്തെ എന്തെങ്കിലും മേജർ ഡിഫറൻസ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കണം. ഏതെങ്കിലും ഒരു പേഴ്സൺ, ഈ ഒരു റിലേഷൻഷിപ്പിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ആ ഒരു സ്ട്രോങ് ഫെമിനൻ അല്ലെങ്കിൽ ആ ഒരു മദർലി എനർജി ഒരു വ്യക്തിക്ക് കൊടുക്കുക എന്നുള്ളതും കൂടിയാണ് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു ഇന്റൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ആ ഒരു ഫെമിനൻ നേച്ചർ കുറച്ചുകൂടെ ഹൈലൈറ്റ് ചെയ്യുന്ന ആക്ഷൻസ് കൊടുക്കുക എന്നുള്ളത്. കാരണം മേ ബി ലൈക്ക് ചില ആളുകളുടെ ഒരു ട്രൂ നേച്ചർ, അവരുടെ ഒരു ഹൃദയം തൊടുന്ന അല്ലെങ്കിൽ ഹൃദയം മെൽറ്റ് ആക്കുന്ന എക്സ്പീരിയൻസ് നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുകയോ ചെയ്യണം ഈ ഒരു റിലേഷൻഷിപ്പിൽ, ആ ഒരു മദർലി എനർജി. ഓക്കെ, സോ മേ ബി നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കണം, എസ്പെഷ്യലി നിങ്ങൾ ഫീമെയിൽ ആണെന്നുണ്ടെങ്കിൽ ഓർ മെയിൽ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറുടെ അടുത്ത്, ഈ ഒരു വ്യക്തിയുടെ അടുത്ത് നിങ്ങൾക്ക് അങ്ങനെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു അമ്മയുടെ ഒരു ഫീലിങ്സ്, ഓക്കെ, അല്ലെങ്കിൽ മേ ബി ലൈക്ക് അങ്ങനെ എന്തെങ്കിലും സ്ത്രീ ആയിട്ട് ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും കൈൻഡ് ഓഫ് ട്രോമ സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിലോ അവരുടെ ലൈഫിലോ ആ ഒരു സിറ്റുവേഷൻ ഹീൽ ചെയ്യാൻ മേ ബി ഒരു റിലേഷൻഷിപ്പ് നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അല്ലെങ്കിൽ അമ്മയായിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിട്ടുണ്ടായിരിക്കണം, ഓർ അമ്മയുടെ ആ ഒരു സ്നേഹം കിട്ടിയിട്ടുണ്ടാവണമെന്നില്ല നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ. ഓക്കെ, സോ ആ ഒരു ലാക്ക് ആയിട്ടുള്ള ഒരു കാര്യം, ആ ഒരു വിട്ടുപോയിട്ടുള്ള ഒരു കാര്യം അതുകൂടെ ടച്ച് ചെയ്ത് ഹീൽ ചെയ്ത് അതൊരു വലിയൊരു ബ്ലോസം ആക്കി മാറ്റുക എന്നുള്ളതും കൂടിയാണ് ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു ഇന്റൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ നിങ്ങളുടെ ഏതെങ്കിലും ലൈഫിന്റെ ഒരു മേജർ ഘട്ടത്തിലായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം. ഓക്കെ, ഇത് നിങ്ങളുടെ ഒരു കോൺഫിഡന്റ് ആണ്, നിങ്ങൾ വലിയൊരു വാല്യൂ കൊടുക്കുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ വലിയൊരു വാല്യൂബിൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് ഇത്. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തൊക്കെ സംഭവിക്കുന്ന സമയത്തും നിങ്ങളുടെ സോൾ ഹൈലി കണക്റ്റഡ് ആണ്, ടെലിപ്പത്തിക്കലി കണക്റ്റഡ് ആണ്. സി ഇറ്റ്സ് ലൈക്ക് ഇറ്റ്സ് നോട്ട് യു ആൻഡ് ദാറ്റ് പേഴ്സൺ, അവിടെ മിഡിൽ ആയിട്ട് ഒരു ഡിവൈൻ കൂടെ ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ ഡിവൈൻ ബ്ലെസ്സിങ്, ഗോഡ് ഓർ ഒരു മേജർ റോള് ചെയ്യുന്ന ഒരു പേഴ്സൺ ഡെഫിനറ്റ്ലി ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് 3 ആളുകൾ അല്ലെങ്കിൽ ഒരു ടീം വർക്ക്. ഓക്കെ, അവിടെ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും ആൻഡ് ദ ഡിവൈൻ. ഓക്കെ, ഒരു ഫാദർ ഫിഗർ അല്ലെങ്കിൽ ഒരു മദർ ഫിഗർ, ഒരു ഏഞ്ചൽ എന്നൊക്കെ പറയുന്നത് പോലെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് ഉണ്ടാവുന്നത്. സോ ലൈക്ക് ഓർ നിങ്ങളുടെ സ്പിരിറ്റ്. ഓക്കെ, സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യ ഘട്ടം വരുന്ന സമയത്ത് ആയിരിക്കാം മേ ബി ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ അത്ര ഹോപ്പ് തന്നിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അത്ര ഒരു ഇൻക്രെഡിബിൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നിട്ടുണ്ടായിരിക്കുക, റൊമാൻസ് ഒക്കെ, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫിസിക്കൽ ഇന്റിമസി ഒക്കെ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ഡിഫറൻസ് ഉണ്ട്, നിങ്ങൾക്ക് എന്തോ ഒരു മേജർ ഡിഫറൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ആ ഒരു ഡിഫറൻസ് എന്നാണ് ഇത്ര ഇന്റൻസ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. ഓക്കെ, ഒരാളുടെ പ്രസൻസ് എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഓർ നിങ്ങളുടെ പല പല കോൺസെപ്റ്റ്, റൈറ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. മേ ബി നിങ്ങൾ ഡിഫറെന്റ് റിലീജിയൻ ഉള്ള ആളുകളായിരിക്കാം. ഓക്കെ, ബട്ട് യു ഹാവ് വെരി സ്ട്രോങ് സോൾ കണക്ഷൻ, റൊമാൻസ് ഫീലിങ്സ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, പല കാര്യങ്ങളും ഈ ഒരു റിലേഷൻഷിപ്പ് പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കണം. ചില ആളുകൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വേറെ എന്തെങ്കിലും സിറ്റുവേഷൻ ഇൻവോൾവ് ആയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, സോ അത് ലൈക്ക് അതൊരു ഹെൽപ്ലെസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. ഓക്കെ, സോ ലൈക്ക് മേ ബി ലൈക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് വന്നുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ആ ഒരു ലാക്നെസ് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്കൊരു നൈറ്റ് മെയർ ആയിട്ട് മാറുന്നത്. ഓക്കെ, ഒരു പേടി സ്വപ്നമായിട്ട് മാറുന്നുണ്ട് ചില സമയത്ത് നിങ്ങൾക്ക്. പക്ഷെ അതൊക്കെ നിങ്ങൾ ഒരു ടൈമിലാവുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പിന്റെ അതിൻ്റെതായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് അത് റിലേറ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്കറിയാം ഇത്ര ഡീപ്പ് ആയിട്ടുള്ള ഒരു കണക്ഷൻ സിറ്റുവേഷൻ, പക്ഷെ അതിലേക്ക് എത്താൻ തടസ്സാവുന്ന ചില ലൈഫ് മൊമെന്റ് സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ഓക്കെ, പക്ഷെ ആ ഒരു വിഷമം നിങ്ങൾ ഓവർകം ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും. ഓക്കെ, ഇത് നിങ്ങൾ വലിയൊരു വിഷമമായിട്ട് എടുക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കില്ല. ഓക്കെ, ആ ഒരു വിഷമത്തിൽ നിന്നൊക്കെ നിങ്ങൾ ഓവർകം ചെയ്തു വരും. ഓൾറൈറ്റ്, പാഷൻ, ഈ ഒരു റിലേഷൻഷിപ്പ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസയർ, ഒരു പാഷൻ ആണ്. ഓക്കെ, ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ്, ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്. ഓക്കെ, അടുത്തുണ്ടോ ചോദിച്ചാൽ അടുത്തുണ്ട്, പക്ഷേ ലൈക്ക് നിങ്ങൾക്കത് ക്ലോസ് ആയിട്ട് ഉണ്ടാവണമെന്നില്ല. ഓക്കെ, അതായിരിക്കും മേ ബി നിങ്ങളുടെ റിയാലിറ്റിയിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് അത്ര ഒരു വിഷമം ഉണ്ടാവുന്നത്. പക്ഷെ മനസ്സിലാക്കുക, എന്തൊക്കെ കാര്യം ഉണ്ടെങ്കിലും ആരൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള ആ ഒരു സോൾ കണക്ഷൻ, ഒരു പാസ്റ്റ് ലൈഫ്, ചില ആളുകൾക്ക് നിങ്ങൾക്ക് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഒക്കെ തോന്നിയിട്ടുള്ള ആളുകളായിരിക്കാം. ഓക്കെ, ആ ഒരു സോൾ കണക്ഷൻ വേറെ ഒന്നിലും നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല, വേറെ ആളുകളുടെ അടുത്ത് നിങ്ങൾക്ക് അത് തോന്നണമെന്നില്ല. നിങ്ങൾ റിയാലിറ്റിയിൽ പല പല ആളുകളും സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ ഒരു സോൾ സിറ്റുവേഷനിലേക്ക് വരുന്ന സമയത്ത് അവിടെ നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. രണ്ടുപേരും ഈ ഒരു ഡിവൈൻ ഓർ നിങ്ങളൊരു സ്പിരിച്വൽ ഗാർഡിയൻ
ഓക്കെ, സോ നിങ്ങൾക്ക് അതാണ് വലിയ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടെലിപ്പത്തിക് മെസ്സേജ് നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. സോ നിങ്ങളുടെ ഒരു ഇന്റൻഷൻ ഇങ്ങനെ സ്വന്തമാക്കാന്നുള്ളതും ആവരുത്. ഓക്കെ, അങ്ങനെ വരുന്ന സമയത്താണ് നിങ്ങൾക്ക് ഒരു വലിയൊരു ബുദ്ധിമുട്ടാവുന്നത്. കാരണം ചില ആളുകൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വേറെ ആളുകളൊക്കെ ഇൻവോൾവ് ആയിട്ടുണ്ടായിരിക്കണം. മേ ബി അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിരിക്കും നിങ്ങൾ കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് അത്ര ആ ഒരു സ്ട്രോങ് ഫീലിങ്സ് പരസ്പരം ഉണ്ട്, വളരെ ജെന്യൂൻ ആയിട്ടുള്ള ഫീലിങ്സ് നിങ്ങൾക്ക് പരസ്പരം ഉണ്ടാവുന്നുണ്ട്. ഗ്രൂപ്പ് നമ്പർ 3, why did you meet this person? Why did you meet? നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ഒരു വ്യക്തി വേണമായിരുന്നു. അനക്കുണ്ടാക്കാൻ, ഉണ്ടാക്കാൻ ഈ ഒരു വ്യക്തി വേണം നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, സോ മേ ബി ഇത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വേറെ പാർട്ട്ണർ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. മേ ബി നിങ്ങൾ സിംഗിൾ പാരന്റ് ആയിരിക്കാം, ഓർ മേ ബി ലൈക്ക് ഒരു കൈൻഡ് ഓഫ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ. ഓൾറൈറ്റ്, ബട്ട് നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുള്ളത് മേ ബി നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ഒരു സിറ്റുവേഷൻ വേണമായിരുന്നു. നിങ്ങൾക്ക് ആ ഒരു സോൾ ഹെൽപ്പ് നിങ്ങൾക്ക് വേണമായിരുന്നു. അതാണ് നിങ്ങൾക്ക് ഒരു സോൾ കോൺട്രാക്ട്. മേ ബി അതായിരിക്കും നിങ്ങളുടെ ഒരു സോൾ കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ ആ ഒരു കാര്യം നിങ്ങൾ വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങളായിട്ട് കൊണ്ടുവന്നിട്ടുള്ളതോ ആയിട്ടുള്ള കാര്യമല്ല. അത് മസ്റ്റായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വരേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 3. ചില ആളുകൾക്ക് നിങ്ങൾ ഹെൽപ്ലെസ് ആവുന്നുണ്ട്. ഈ ഒരു കണക്ഷനിൽ നിങ്ങൾ ഹെൽപ്ലെസ് ആയിട്ട് നിൽക്കുന്നുണ്ട്. മേ ബി ഒരു ടൈമിൽ നിങ്ങൾക്ക് അത്ര ലൈഫ് വീണ്ടും റീകണക്ട് ചെയ്യണം എന്ന് തോന്നിയിട്ടുള്ള ഒരു ഹോപ്പ് മേ ബി ഈ ഒരു വ്യക്തി തന്നിട്ടുണ്ടായിരിക്കണം. ആൻഡ് ഓൾ ഓഫ് സഡൻ ആ വ്യക്തിയുടെ ഒരു ലാക്നെസ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ഓക്കെ, ബട്ട് മനസ്സിലാക്കുക, ചില ആളുകൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആ വ്യക്തിക്ക് ശേഷം നിങ്ങൾ ഹെൽപ്പ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. മേജർ ആക്ഷൻസ് എടുക്കേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, മേ ബി നിങ്ങൾക്ക് ലൈഫിനോടുള്ള ഒരു പാഷൻ അല്ലെങ്കിൽ ലൈഫിനോട് ഉള്ളൊരു ഇഷ്ടം അല്ലെങ്കിൽ നിങ്ങൾ കണക്ട് ചെയ്യുന്ന രീതിയിൽ ഒരുപാട് മാറ്റങ്ങൾ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നതിന് ശേഷം ഉണ്ടായിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ആൻഡ് ഓൾ ഓഫ് സഡൻ ആ വ്യക്തിക്ക് നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറി നിൽക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം. കാരണം ചില ആളുകൾക്ക് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്തൊരു മേജർ ആക്ഷൻ എടുക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ഒരു അൺഹാപ്പി ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ, മേ ബി നിങ്ങളൊരു എന്തെങ്കിലും ഒരു കാർമിക് സിറ്റുവേഷൻ നിങ്ങൾ എൻഡ് ആക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഒരു മേജർ ഡിസിഷൻസ് നിങ്ങൾ എടുക്കേണ്ടതായിട്ടുണ്ട്. അവിടെ മേ ബി നിങ്ങൾ സ്റ്റക്ക് ആയി പോകുന്നത് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ ഒരു വലിയൊരു ആബ്സെൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ കാരണം നിങ്ങൾക്ക് ആ ഒരു ഹെൽപ്പ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഈ വ്യക്തി എപ്പോഴും നിങ്ങളെ കൂടെ തന്നെ ഉണ്ടാവും എന്നുള്ള ഒരു വലിയൊരു ഹോപ്പ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കണം. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, ചില പ്ലേസിൽ നിങ്ങൾ മാത്രമായിട്ട് ആ ഒരു റിയാലിറ്റിയിൽ വരുന്ന സമയത്ത് നിങ്ങൾ മാത്രമായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യണം, നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരണം. നിങ്ങൾക്ക് അതിനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ചുറ്റിലും ഉണ്ടാവുന്നുണ്ട്. നിങ്ങളുടെ എന്തോ ഒരു മേജർ സിറ്റുവേഷന് നിങ്ങൾ സ്വയം ഹെൽപ്പ് ചെയ്ത് വരേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ അവിടെ ആ ഒരു വ്യക്തിക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റിയെന്ന് വരില്ല. സോളിന്റെ കോൺട്രാക്ട് ആണ്. ഏതൊരു രീതിയിൽ ഈ ഒരു വ്യക്തി നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു കാരണമാക്കിയിട്ടുണ്ട്. ഓക്കെ, സോ ഗ്രൂപ്പ് നമ്പർ 3, മാരേജ്. ചില ആളുകൾക്ക് ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തേർഡ് പേഴ്സൺ ഉണ്ട്, മാരേജ് ഇൻവോൾവ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. അതാണ് നിങ്ങൾക്ക് റിയാലിറ്റിയിൽ വരുന്ന സമയത്ത് ഒരു പ്രോബ്ലം ആവുന്നത്. ഓർ മേ ബി നിങ്ങൾ മാരീഡ് ആയിട്ടുള്ള ആളുകളായിരിക്കാം. ഓക്കെ, ആൻഡ് ഓൾ ഓഫ് സഡൻ നിങ്ങൾക്ക് ഇടയിൽ എന്തെങ്കിലും ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരിക്കാം. കാരണം നിങ്ങൾ സ്വയം ഹെൽപ്പ് ചെയ്യണം ആ ഒരു സിറ്റുവേഷനിൽ. ഓക്കെ, ഓർ നിങ്ങൾക്കറിയാം എന്ത് ഒരു ട്രയാങ്കിൾ സിറ്റുവേഷൻ ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നത് എന്നുള്ളത്. സോ അവിടുന്ന് നിങ്ങൾ സ്വയം എന്താണോ നിങ്ങൾക്ക് എന്താണോ ഒരു മൊമെന്റിൽ റൈറ്റ് ഡിസിഷൻസ് എടുക്കാൻ സാധിക്കുക, അത് നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്യണം. ഓക്കെ, സോ ഈ ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ ഒരു പെർമനന്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിക്കൊള്ളണമെന്നില്ല. ഓക്കെ, കാരണം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മസ്റ്റായിട്ട് പുതിയ കാര്യത്തിലേക്ക് നിങ്ങൾ അലോ ചെയ്യണം. ഓക്കെ, ഇത് ഉള്ള നല്ല കാര്യങ്ങളൊക്കെ നിങ്ങൾ എടുത്തിട്ട് നിങ്ങളുടെ സിറ്റുവേഷൻസ് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ചില കാര്യങ്ങൾ ലെറ്റ് ഗോ ചെയ്യണം. ഓക്കെ, മേ ബി നിങ്ങൾക്ക് ഇത്ര ഒരു ഇന്റൻസ് ആയിട്ടുള്ള ഒരു കണക്ഷൻ ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ ആ ഒരു സോൾ കണക്ഷൻ തോന്നിയിട്ടുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് അത് വിട്ടുകളയാൻ സാധിക്കാത്തത്. നിങ്ങൾക്ക് അത്ര ഇന്റിമേറ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട്. ഓക്കെ, പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു സോൾ കണക്ഷൻ എപ്പോഴും ഉണ്ടാവും. അതിപ്പോ നിങ്ങൾ എന്നും സംസാരിക്കണം എന്നില്ല, എന്നും കോണ്ടാക്ട് ചെയ്തോളണമെന്നില്ല. ഓക്കെ, സോ നിങ്ങൾ അത് ഹെൽത്തി ആയിട്ട് ആ ഒരു റിലേഷൻഷിപ്പ് ഈ ഒരു ടൈമിൽ അത് ഹെൽത്തി അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്പേസ് കൊടുക്കുക. നിങ്ങൾ സ്വയം എന്തൊക്കെയോ ആക്ഷൻ എടുക്കാനുണ്ട്, സ്വയം ഹെൽപ്പ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ലൈഫിൽ വേറെയും കാര്യത്തിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആൻഡ് ഡോണ്ട് ക്വസ്റ്റ്യൻ, ഡു വാട്ട് ഈസ് റൈറ്റ് ഫോർ യു റൈറ്റ് നൗ.
ഓക്കെ. സോ എന്തിനാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ? മേ ബി നിങ്ങൾ വലിയ ഇന്റൻസ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ട് നിങ്ങളുടെ ലൈഫിൽ അത്ര പ്രഷ്യസ് ആയിട്ട് തോന്നിയിട്ട് ചില ആളുകൾ നമ്മുടെ ലൈഫിലേക്ക് വരും. ഓക്കെ, നല്ല എക്സ്പീരിയൻസ് തരും. സോ ചില ആളുകൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, എന്തിനാണ് ഇപ്പൊ ഇങ്ങനെയൊക്കെ സങ്കടപ്പെടുത്താനാണെന്നുണ്ടെങ്കിൽ, ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് പോകാനാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് ഈ ഒരു വ്യക്തി എന്റെ ലൈഫിലേക്ക് വന്നതെന്ന് ക്വസ്റ്റ്യൻ ചെയ്യുന്ന പല ആളുകളുണ്ട്. ഓക്കെ, സോ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നതിന് നിങ്ങൾക്കറിയാം നല്ല രീതിയിലുള്ള ഒരു മാറ്റം അല്ലെങ്കിൽ നല്ല രീതിയിലൊരു ഹോപ്പ് ആ ഒരു ലൈഫിനെ പറ്റിയിട്ട് ആ വ്യക്തി നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ എന്താണോ നിങ്ങൾ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നത്, എന്താണോ നിങ്ങൾക്കായിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉള്ളത്, അവിടെ നിങ്ങൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും നിങ്ങൾക്ക് ഒരു രീതിയിലും ഹെൽപ്പ് ചെയ്യുന്നില്ല. ആ ഒരു മൊമെന്റിൽ നിങ്ങൾക്ക് എന്താണോ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ആക്ഷൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട്, ആ ഒരു വ്യക്തിക്ക് വേണ്ടി, ആ ഒരു റിലേഷൻഷിപ്പിൽ എസ്പെഷ്യലി നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുക, അത് നിങ്ങൾ ചെയ്യുക. അത് മേ ബി ചില ആളുകൾക്കൊക്കെ ആ വ്യക്തിയുടെ ലൈഫിൽ നിന്ന് നിങ്ങൾ മാറി വരുന്നതായിരിക്കാം. മേ ബി ആ വ്യക്തിക്ക് നിങ്ങൾ ചൂസ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ വ്യക്തിനെ ചൂസ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കാം. കാരണം പ്രാക്ടിക്കലി റിയാലിറ്റിയിൽ വരുന്ന സമയത്ത് വേറെ ആളുകൾ ഇൻവോൾവ് ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. ഓക്കെ, അവിടെ നിങ്ങളുടെ ഇമോഷൻസ്, നിങ്ങളുടെ ഇമാജിനറി വേൾഡ്, നിങ്ങളുടെ ഫാന്റസി വേൾഡ് എന്നൊരു രീതിയിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യില്ല. മേ ബി നിങ്ങൾക്കിടയിൽ കുട്ടികൾ ഇൻവോൾവ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം. ഓക്കെ, കുട്ടികൾ, പ്രഗ്നൻസി, മേ ബി ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് കുട്ടികൾ ബർത്ത്. ഓക്കെ, സോ എന്തെങ്കിലും ബർത്ത് ഉണ്ടായിട്ടുണ്ടായിരിക്കണം. ഓക്കെ, സോ അതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് മേ ബി മൂവ് ഓൺ ചെയ്യാൻ പറ്റാത്തത്. മേ ബി നിങ്ങൾ മാരീഡ് ആയിട്ടുള്ള ആളുകളായിരിക്കാം. ടീച്ച് ഈച്ച് അതർ. ഓക്കെ, സോ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഇന്റൻഷൻ എന്ന് പറയുന്നത് പരസ്പരം നിങ്ങൾ പഠിപ്പിക്കുക എന്നുള്ളതുണ്ട്, സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതുണ്ട്. ഓക്കെ, സോ നിങ്ങൾ എന്താണ്, നിങ്ങളുടെ ഒരു റിയൽ വേർഷൻ, നിങ്ങളുടെ ഒരു റിയൽ ഫീലിങ്സ് എന്താണെന്നൊക്കെ കണക്ട് ചെയ്യാൻ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് തോന്നുകയാണ് ചിലത് നിങ്ങളുടെ കൺട്രോളിലല്ല എന്ന് തോന്നുന്ന സമയത്ത് അത് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ വിട്ട് കളയാൻ ശ്രമിക്കുക. അതല്ലാണ്ട് നിങ്ങൾ പിടിച്ച് നിർത്താൻ ശ്രമിക്കരുത്. നിങ്ങൾക്കത് പ്രോബ്ലം ആവും, ആ ഒരു റിലേഷൻഷിപ്പും ഒരുപാട് ബുദ്ധിമുട്ടാവും. ഓക്കെ, സോ അതാണ് ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങൾക്കുള്ള മെസ്സേജ്. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. അടുത്തൊരു റീഡിംഗ് ആയിട്ട് വരുന്ന ഒരു ഫ്രണ്ട്സ് ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്.